പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോർജ് വൈദ്യൻ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോർജ് വൈദ്യനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിനടുത്ത് 18 കിലോമീറ്റർ ദൂരെ തോന്തേക്കല എന്നുള്ള സ്ഥലത്ത് നിന്നാണ്. എൻ്റെ പേര് ജോർജ് വൈദ്യൻ എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് സുമ ജോർജ്. ഞങ്ങൾ 30 വർഷമായി ഛത്തീസ്ഗഡിൽ വേലയിലായിരിക്കുന്നു. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അവസരം നൽകി തന്ന അരോമ ടിവിക്കും പാസ്റ്റർ ഡാനിയൽ ജോണിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ഒരു ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഞങ്ങൾ 4 സഹോദരന്മാരാണുള്ളത്. അതിൽ ഏറ്റവും ഇളയ മകനായി ഞാൻ ജനിച്ചു. എനിക്ക് ചെറുപ്പകാലങ്ങളിലൊന്നും ആത്മീയമായി ആരാധനയിൽ പോകുന്ന വളരെ ഇൻട്രസ്റ്റ് ഒന്നും ചെറുപ്പകാലങ്ങളിൽ എനിക്കില്ലായിരുന്നു. പഠന കാര്യങ്ങളിലും കുറച്ച് രാഷ്ട്രീയമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരുന്നു കൂടുതലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു AG ചർച്ച് ഞങ്ങളുടെ വീട്ടിനടുത്തുണ്ട്. അവിടുത്തെ ആരാധന, അന്യഭാഷയിലുള്ള ആരാധന 1/2 കിലോമീറ്റർ ദൂരത്തിൽ വരെ വളരെ ശക്തിയായിട്ട് കേൾക്കാനും ഡ്രമ്മിന്റെ ശബ്ദവും. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് ക്രിസ്തീയ കുടുംബങ്ങൾ, വിശ്വാസി കുടുംബങ്ങളുണ്ട്. അവിടെ പാസ്റ്റർ വന്ന് കോട്ടേജ് മീറ്റിംഗ് നടത്തുമ്പോൾ വളരെ ഉയരത്തിൽ ഹല്ലേലൂയയുടെ ശബ്ദം മുഴങ്ങുമായിരുന്നു. കൂടാതെ വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ഐക്യവും സ്നേഹവും പരസ്പരം സഹകരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നെ വളരെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ആന്റി സുഖമില്ലാതെ വന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, രോഗസൗഖ്യമൊക്കെ പ്രാപിച്ചു. അപ്പോൾ ഞാൻ റോഡിലൂടെ പോകുമ്പോൾ ആന്റി വളരെ വേഗതയോടൊക്കെ ജോലി ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കുക, ആന്റി എന്ത് ഇത്ര ധൃതി പിടിച്ചൊക്കെ ചെയ്യുന്നത്? മോനെ, എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണം, അങ്കിളിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം എന്നൊക്കെ വളരെ ധൃതിയായിട്ട്. അപ്പോൾ അവരിലുള്ള ഒരു ഉത്സാഹവും, പിന്നെ സൺഡേയിലൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ബൈബിളൊക്കെ പിടിച്ച് വളരെ സന്തോഷമായിട്ട് ഇവരെല്ലാ സൺഡേയിലും ആരാധനയ്ക്കൊക്കെ പോകുന്നത് കാണാമായിരുന്നു. അല്ലാതെ ഇന്നും വൈകിട്ടും ചില ദിവസങ്ങളിലൊക്കെ കോട്ടേജ് മീറ്റിംഗ്, അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് ചൂട്ടൊക്കെ കത്തിച്ച് ഇവര് ജോലിയൊക്കെ ചെയ്ത് വൈകിട്ട് കുളിച്ചൊരുങ്ങി വളരെ സന്തോഷത്തോടു കൂടി എവിടെ പോകുമെന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, അവിടെ പോവാണ്, വളരെ സന്തോഷത്തോടെ പോകുന്ന അതെന്നെ വളരെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ സ്നേഹവും ഐക്യവും ആ മുഖത്തുള്ള സന്തോഷവും ഇതെല്ലാം. ഇങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം സമയത്ത് 1980 പ്രീ ഡിഗ്രിക്ക് കൊല്ലം ഫാത്തിമാത നാഷണൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ക്യാമ്പസ് ക്രൂസൈഡിന്റെ ഒരു സഹോദരൻ ഒരിക്കല് എന്നെ റൂമിലേക്ക് വിളിച്ചു. നമുക്ക് അങ്ങനെ കുറച്ച് സ്റ്റുഡൻസിനെ, പ്രീ ഡിഗ്രിയിലുള്ള സ്റ്റുഡൻസിനെ വിളിച്ചു. ഒരു ദിവസം അദ്ദേഹം തൊട്ടടുത്ത് 1 കിലോമീറ്റർ ദൂരത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന വചനവും സുവിശേഷവും ഒക്കെ കുറച്ച് പറയും. ആ ഒരു ദിവസം അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞു. എന്നിട്ട് MA-ക്ക് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ MA-ക്ക് അഡ്മിഷൻ കിട്ടി, എക്കണോമിക്സ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ
ബാക്കി സ്റ്റുഡൻസ് എല്ലാം കൂടെ പറഞ്ഞു നമുക്ക് MGUCS എന്ന് പറഞ്ഞ് ഓർത്തഡോക്സിന്റെ ഒരു സ്റ്റുഡൻസ് സംഘടനയില് അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് രൂപീകരിച്ചു. അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്ന് എന്നെ ആ പ്രെയർ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ്, യാക്കോബ് സഭയിലുള്ള ഒരു അച്ഛന്റെ മോനാണ് എന്റെ സെക്രട്ടറി, അതും വൈദ്യ കുടുംബത്തിലുള്ള. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത എന്നെ ഒരു ആത്മീയ കാര്യത്തില് ആദ്യമായിട്ട് ഇപ്പൊ ഞാനും ചിന്തിച്ചു, എനിക്കൊരു യോഗ്യതയില്ല, വചനമോ പ്രാർത്ഥനയോടോ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്നെ എന്തിനാണ് ഇതുകൊണ്ടൊക്കെയുള്ള ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചതെന്നുള്ള ഞാൻ തന്നെ കർത്താവിന് പ്രത്യേക ലക്ഷ്യമാണ് അന്ന് ചിന്തിക്കുവാൻ ഇടയായി. 1990 ബോംബെയിലേക്ക് പോകാനുള്ള ഒരവസരം ലഭിച്ചു. അന്ന് എൻ്റെ 3 സഹോദരന്മാരും സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവര് പറഞ്ഞു ബോംബെയിൽ കൊണ്ടുപോകാം, അവിടെ റൂം എടുത്ത് തന്നു. അങ്ങനെ അവിടെ ഒരു ജോലിയും ലഭിച്ചു. അങ്ങനെ നിന്നെ ഞങ്ങൾ വീണ്ടും സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകാമെന്ന് സഹോദരന്മാർ പറഞ്ഞു. അങ്ങനെ അവിടെ ജോലിയിലായിരിക്കുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ട്, ഇനി നിനക്ക് ഈ രീതിയിൽ ജീവിച്ചാൽ പോരാ, ഒരു മാനസാന്തരത്തിന്റെ ഒരു അനുഭവം എൻ്റെ ഉള്ളിലുണ്ടായ ഒരു മാറ്റം. അപ്പോൾ ഞാന് ആ ബിൽഡിംഗ് താമസിക്കുന്ന 2-3 സഹോദരന്മാര് വിശ്വാസികളുണ്ട്. അവരെന്നും ഇങ്ങനെ ബൈബിളൊക്കെ പിടിച്ച് കോട്ടേജ് മീറ്റിങ്ങിനും പ്രയറിനും ഒക്കെ പോകും. ഒരു ദിവസം ഞാൻ ചെന്ന് ചോദിച്ചു, ഞാനും നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഒരു ആത്മാവിനെ നേടാൻ. അപ്പോൾ അവർക്ക് വളരെ സന്തോഷത്തിന്റെ ഒരു അനുഭവം. എന്നെ കൊണ്ട് ചർച്ചിൽ പോയി. അപ്പൊ അവിടെ സുവിശേഷം കേൾക്കുവാനും വളരെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം, ജീവിതത്തിൽ വലിയൊരു മാറ്റവും, ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞിട്ടില്ലാത്ത വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ സന്തോഷം. അങ്ങനെ അവിടുന്ന് ഒരു മലയാളം ബൈബിള് ലഭിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ബൈബിള് ലഭിക്കുന്നത്. ആ ബൈബിള് വായിക്കുകയും അങ്ങനെ റെഗുലറായിട്ട് സൺഡേയിൽ ആരാധനയ്ക്ക് പോവുകയും അങ്ങനെ വളരെ സന്തോഷമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തില് ഉള്ളിൽ ഈ സന്തോഷം, ഞാനൊരു പാപിയായിരുന്ന എന്നെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ വലിയ മാറ്റം, അതെൻ്റെ ജീവിതത്തിൽ ഒരു ആത്മപ്രേരണ നൽകി അനേക ആൾക്കാർ നിരാശയില് ദുഃഖത്തിലും പലവിധമായ പ്രശ്നങ്ങളിൽ കഴിയുന്ന അവരോട് സുവിശേഷം അറിയിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്ത് യേശുവിന്റെ സുവിശേഷം അറിയിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യം കർത്താവിന്റെ ആത്മാവ് എനിക്ക് നൽകി. അന്ന് മുതൽ താമസിക്കുന്നതിന് അടുത്തുള്ളവരെയൊക്കെ ചിലരോടൊക്കെ ഷെയർ ചെയ്യുകയും അവരെയും കൂടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ വിളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ചിലരെ കൊണ്ട് ഞാൻ സൺഡേയിൽ ആരാധനയ്ക്ക് പോകും. ജോലി ചെയ്യുന്ന സ്ഥലത്തും അവിടെയും യേശുവിനെ കുറിച്ചും എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും ഒക്കെ അവരോട് പറയുകയും, നേരത്തെ ഞങ്ങൾ താമസിച്ചിരുന്ന ബാച്ചിലേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അവരും എൻ്റെ ജീവിതത്തിൽ ആ മാറ്റം കണ്ട് അവർക്കും വളരെ ഒരു ഉത്തേജനം ഉണ്ടായി, ഇത് യേശുക്രിസ്തു സത്യം ആണെന്നുള്ള കാര്യം. അങ്ങനെ ജോലിയും അങ്ങനെ സുവിശേഷ പ്രവർത്തന ബന്ധപ്പെട്ട് ചിലരെയൊക്കെ ചർച്ചിലേക്ക് കൊണ്ടുപോകാനും തുടങ്ങി. അപ്പോഴും എൻ്റെ ഉള്ളിൽ ആഴമായി ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ ഭാരതത്തിൽ ധാരാളം ഉണ്ട്, അവര് വിശ്വാസികൾ വളരെ കുറവാണ്, അവിടെ സുവിശേഷം അറിയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്, എനിക്ക് ഹിന്ദി പഠിക്കണം, ഹിന്ദിയില് ബൈബിള് പഠിക്കണം. അങ്ങനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ റായ്പൂരിൽ നിന്ന് എബനേസർ ബൈബിൾ കോളേജിന്റെ ഒരു പരസ്യം ഗുഡ് ന്യൂസില് കാണുവാനിടയായി. അപ്പൊ ഞാൻ ഉടനെ ഒരു എഴുത്ത് വിട്ടു. അന്ന് അഭിഷിക്തനായ പാസ്റ്റർ PS ശാമുവൽ ദി ചർച്ച് ഓഫ് ഗോഡ്, അദ്ദേഹമായിരുന്നു ഈ ഹിന്ദി മീഡിയത്തിലുള്ള അനേകരെ തയ്യാറാക്കാൻ വേണ്ടി ഈ ബൈബിൾ കോളേജ് തുടങ്ങി വെച്ചത്, വർഷങ്ങളായിട്ട് തുടങ്ങി വെച്ച ബൈബിൾ കോളേജ്. അപ്പോൾ ഞാൻ ഒരു ദൈവാസന ഒരു എഴുത്ത് വിട്ടു. ദൈവാസന വളരെ സന്തോഷമായി കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ 1995 ജൂലൈ മാസം റായ്പൂരിലേക്ക് പുറപ്പെട്ടു. ജോലി ഉപേക്ഷിച്ചു, റായ്പൂരിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ റായ്പൂരിൽ പുതിയൊരു അനുഭവമായിരുന്നു. എനിക്ക് വചനമായ യാതൊരു പാണ്ഡിത്യമൊന്നുമില്ല. ഹിന്ദി ബൈബിള്
സ്കൂളിൽ പഠിച്ച ഒരു വിഷയം മാത്രമേ ഉള്ളൂ, ചെറുതായിട്ടൊക്കെ വായിക്കാൻ അറിയാം. അപ്പോൾ അവിടെ എല്ലാ ദിവസവും രാവിലെ 4 മുതൽ 6 വരെ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് പാട്ട് പാടുകയും ഹിന്ദിയിൽ പാട്ട് പാടുകയും അങ്ങനെ ബൈബിള് വായിക്കുകയും പതിവായിരുന്നു. പിന്നെ പ്രാർത്ഥന, ഇങ്ങനെയുള്ള 2 മണിക്കൂറിൽ പാട്ടും സ്തുതിയും അന്യഭാഷയിലുള്ള ആരാധനയും ബൈബിള് വായിക്കുന്നത് അവിടെ സ്ഥിരമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു ഹിന്ദി ബൈബിള് ഞങ്ങൾക്ക് ലഭിച്ചു. അന്ന് ഞങ്ങള് പഠിക്കാനായിട്ട് 4 പേരാണ്. 2 മലയാളികളും ഒരു ഒറീസക്കാരനും റായ്പൂരിലുള്ള ഒരു സഹോദരൻ. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് അവിടെ പഠിക്കാൻ വന്നത്. ഞങ്ങള് എൻ്റെ കൂടെയുള്ള മലയാളി സഹോദരനും ഹിന്ദി നല്ലതുപോലെ അറിയത്തില്ല. അപ്പോ എന്നും വൈകിട്ട് ഞങ്ങളെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ചർച്ചകോടിലുള്ള സഭയിലെ വിശ്വാസികളുടെ അടുത്ത് അയക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് 4 പേർക്ക് 4 സൈക്കിൾ വാങ്ങിച്ചു. അപ്പൊ ഞങ്ങൾ 2 പേരും സൈക്കിളിനകത്ത് ഒറ്റയ്ക്ക് വീടുകളിൽ പോകാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പോ ഞങ്ങള് സീനിയർ പാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രാർത്ഥന എഴുതി വാങ്ങിക്കുമായിരുന്നു. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, രോഗിയുടെ അടുത്താണെങ്കിൽ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഇങ്ങനെ 2-3 പ്രാർത്ഥന എഴുതി വാങ്ങിച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പറയും കണ്ണടയ്ക്കാന്ന് പറയും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ബൈബിളിനകത്ത് വെച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന കണ്ണു തുറന്ന് വായിക്കും. പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ പറയുമ്പം എല്ലാവരും കണ്ണു തുറക്കും. ഇങ്ങനായിരുന്നു ആദ്യം ശുശ്രൂഷ തുടങ്ങി വെച്ചത്. കാരണം പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല, ഇങ്ങനെ വചനവും അറിയത്തില്ല. പിന്നെ യേശു നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശുവിലൂടെ രക്ഷയുണ്ട്, ഇങ്ങനെ സുവിശേഷം മാത്രം പറയാൻ അറിയാം. അങ്ങനെ ഞങ്ങൾ അറിയാവുന്ന ഭാഷയിൽ ബോംബെയിലായിരുന്നുകൊണ്ട് ചെറുതായിട്ട് ഹിന്ദിയൊക്കെ അറിയാം. അങ്ങനെ ഭാഷയിൽ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കാൻ തുടങ്ങി. ഉച്ചവരെ ക്ലാസ് ഉണ്ട്. ഉച്ച കഴിഞ്ഞ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ട്രാക്സ് ഡിസ്ട്രിബ്യൂഷൻ, ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പാസ്റ്റർ തന്നെ എഴുതിയ ഒരു അനുഭവത്തിന്റെ ഒരു ട്രാക്സ് ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോയി. അങ്ങനെ അറിയാവുന്ന ഭാഷയിൽ ഈ ഗല്ലികളിലൊക്കെ കുടിലുകളിലൊക്കെ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പോയി സുവിശേഷം അറിയിക്കും. ഉള്ള ഭാഷ അതുമല്ല, മുറി ഹിന്ദി ആയിരിക്കും, എന്നാലും അറിയാവുന്ന ഭാഷയില് ഞങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോവുമായിരുന്നു. ഒരു വീട്ടിലിങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാവ്യവസ്ത്രം ധരിച്ച അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഞങ്ങളൊരു വീട്ടിനകത്താണ്, ഒരു കുടിലിനകത്താണ് സുവിശേഷം അറിയിക്കാൻ പോയത്. ട്രാക്സ് കൊടുക്കാനും സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനും പോയതായിരുന്നു. അപ്പം ആ സന്യാസി പറയുക, ഒരു വര വരച്ചിട്ട്, എൻ്റെ ഡോറിനടുത്തൊരു വര വരച്ചിട്ട് നിനക്ക് കഴിയുമെങ്കിൽ ഈ വരയെ ക്രോസ് ചെയ്ത് വരാൻ പറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആസാനിയായിട്ട് ആ ലൈൻ ക്രോസ് ചെയ്തു. അപ്പോൾ അയാൾ വണ്ടറടിച്ചു. അതിനു മുമ്പ് ആ മന്ത്രശക്തി കൊണ്ട് വര വരച്ചാൽ പിന്നെ ഇതിന് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ കഴിയാവുന്നതൊക്കെ സുവിശേഷം അറിയിക്കുകയും, അങ്ങനെ റായ്പൂരിൽ വന്നപ്പോൾ വലിയൊരു കാര്യം ദൈവാസനിൽ നിന്ന് പഠിച്ചത്, വിശ്വാസത്തിൽ ജീവിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, മനുഷ്യരോടൊന്നും ചോദിക്കരുത്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അവിടെ തന്നെ ചില കുറവുണ്ടാവുമ്പോൾ പാസ്റ്ററിന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ പോകും, ഇന്നതില്ല എന്ന് ചോദിക്കാൻ, മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുക, ഇതാണ് പാസ്റ്ററിന്റെ മറുപടി. അങ്ങനെ അവിടുന്ന് വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കേണ്ടത്, ദൈവത്തിൽ എങ്ങനെ ആശ്രയിക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവാസനായ പാസ്റ്റർ പി.എസ്. ശോഭനിൽ നിന്ന് പഠിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതവും വളരെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവസാനം വരെ ജീവിച്ച് വേല ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു പാസ്റ്റർ പി.എസ്. ശോഭൻ. അദ്ദേഹത്തിന്റെ അടുത്ത് വരുവാനുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചു. അവിടെ വളരെ പ്രാക്ടിക്കലായിട്ട് ബൈബിളിൽ നമ്മൾ ഭൂതത്തെ പുറത്താക്കുന്ന, രോഗികൾ സൗഖ്യമാക്കുന്നൊക്കെ ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ അത് ഉച്ചവരെ നമുക്ക് ബൈബിൾ ക്ലാസ്സും അത് കഴിഞ്ഞിട്ടുള്ള പ്രാക്ടിക്കലില് രോഗികൾ സൗഖ്യമാക്കുന്നത് കണ്ണുകൊണ്ട് കാണുവാനും, ഭൂതങ്ങൾ വിട്ട് പുറത്തു പോകുന്നത് പലരും ഇങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ടൊക്കെ വരുന്ന ആൾക്കാർ ഞങ്ങളെ വിളിക്കും, പാട്ടുപാടാനൊക്കെ ഞങ്ങളെ വിളിക്കും. ഞങ്ങളെല്ലാം കൂടെ 4 ചുറ്റും ഇങ്ങനെ കൂടി നിന്ന് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും.
അപ്പോൾ പ്രാർത്ഥിക്കും. പിന്നെ ദേവാസന് ശാസിക്കും ദുരാത്മാവിനെ വിട്ടുപോകും. അപ്പം ദുരാത്മാവിൽ നിന്ന് വിട്ടുപോകുമ്പം അവരുടെ വീട്ടിലുള്ള എല്ലാവരോടും സുവിശേഷം അറിയിക്കുകയും ഇന്ന് മരിച്ചാൽ എവിടെ പോകുമെന്നുള്ള ആ ചോദ്യത്തോടാണ് പാസ്റ്റർ സുവിശേഷം തുടങ്ങുന്നത്. അങ്ങനെ യേശുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നും പാപം യേശുക്രിസ്തുവിലൂടെ മാത്രമേ ക്ഷമിച്ചു കിട്ടുന്ന വ്യക്തമായി സുവിശേഷം പറയുകയും അങ്ങനെ അവരുടെ ജീവിതത്തിൽ വളരെ ദിവസങ്ങളായി പ്രതികൂലങ്ങളിൽ ഉറക്കമൊന്നും ഇല്ലാത്ത ഒരാൾ ദുരാത്മാവ് അയച്ച ആ വീട്ടിൽ വേറെ ആർക്കും ഉറങ്ങാനൊന്നും പറ്റത്തില്ല, പേടിയുണ്ട്. ആ ഒരു അവസ്ഥയിൽ അവർക്ക് ലഭിച്ച വിടുതൽ അവരുടെ ജീവിതത്തിൽ എല്ലാവരും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു പോകാനും സ്നാനപ്പെടുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു വിശ്വാസം വന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗി സൗഖ്യമാകും, ദുരാത്മാവ് പുറത്താവും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായി. ഇങ്ങനെ ഇത് 1 വർഷം വരെ അവിടെ പ്രാക്ടിക്കലായിട്ട് ദേവാസന്റെ കൂടെ താമസിക്കുവാനും വെള്ളിയാഴ്ച മൊത്തം ഉപവാസ പ്രാർത്ഥനയും ഇങ്ങനെ ഓൾ നൈറ്റ് പ്രയറും പിന്നെ സൺഡേയിൽ ആരാധനയും കോട്ടേജ് മീറ്റിംഗ് ഇങ്ങനെ പഠിത്തവും മിനിസ്ട്രി ഇങ്ങനെയായിട്ട് വളരെ പ്രാക്ടിക്കലുമായിട്ടുള്ള ഒരു ശുശ്രൂഷ അവിടെ ലഭിക്കുവാനിടയായി. അങ്ങനെ അവിടെ അത്ഭുതങ്ങൾ നടന്നൊക്കെ പോയി കാണുവാനും സ്ഥലങ്ങൾ പാസ്റ്റർ പി എസ് ശോമൽ മറ്റ് സഹോദരന്മാരായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ തീ ഇറങ്ങിയ റായ്പൂരിൽ തീ ഇറങ്ങിയ സ്ഥലമാണ്. ആ വീടൊക്കെ പോയി കാണുവാനും അങ്ങനെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കേൾക്കുവാനും അറിയുവാനും ഒക്കെ സഹായിച്ചു. 1 വർഷം ഹിന്ദിയിലുള്ള ആ ബൈബിൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം എന്നെ റൂമിൽ വിളിച്ചു. എന്നെ ജോർജ് എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു, ജോർജിനെ ഡൽഹി രാജറയിലുള്ള നമ്മുടെ ഒരു ബ്രാഞ്ച് ചർച്ചിൽ അയക്കാനായിട്ട്. ഞാൻ അത്ഭുതപ്പെട്ട്, എനിക്ക് പ്രസംഗിക്കാനോ കാര്യമായിട്ടുള്ള പ്രസംഗിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും കർത്താവ് അയക്കുന്നതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ പോകുവാൻ തയ്യാറായി. അങ്ങനെ 1996 അവിടുന്ന് 120 കിലോമീറ്റർ ദൂരെയുള്ള ഡൽഹി രാജയിലെ ബ്രാഞ്ച് ചർച്ചിൽ എന്നെ അയക്കുകയുണ്ടായി. ഇന്ന് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ജീവിതമാണ്. അവിടെ ചെന്ന് അവിടുത്തെ വെള്ളം ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. അവിടെ കാലാവസ്ഥയൊന്നും പിടിക്കാതെ എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു. വളരെ സീരിയസ് ആയി. മൂത്രമൊക്കെ രക്ത കളറിലാണ് പോകുന്നത്. എനിക്ക് നടക്കാനൊന്നും വയ്യ, കിടക്കയിലായി. അപ്പോൾ ആരാധനയൊക്കെ വിശ്വാസികൾ അത് മാനേജ് ചെയ്തു. ആരാധന കഴിഞ്ഞതിന് ശേഷം വിശ്വാസികളെല്ലാം ഞാൻ കിടന്ന റൂമിലേക്ക് വന്ന് അവര് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ എൻ്റെ ഉള്ളിൽ നിന്നും കണ്ണുനീര് വന്നു. ഞാനും അവരോട് കൂടെ ഒരു മനസ്സോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അത്ഭുത ശക്തി എന്നിൽ വ്യാപിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ആ ദിവസം മുതൽ എനിക്ക് സൗഖ്യം ലഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു അത്ഭുത വിടുതൽ എനിക്ക് ലഭിച്ചു. അങ്ങനെ ആ സഭയിലായിരിക്കുമ്പോൾ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. അപ്പൊ അതിനു മുമ്പ് എഴുതി വെച്ചിട്ട് ആരും ഇല്ലാത്ത സമയത്ത് സ്റ്റേജിൽ പോയിരുന്നൊക്കെ കുറെ പ്രസംഗിക്കും ആദ്യം. എന്നിട്ട് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ സൺഡേയിൽ പ്രസംഗിക്കണമല്ലോ, അങ്ങനെയാണ് അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവിടുത്തെ വിശ്വാസികളൊക്കെ വളരെ പഴയ വിശ്വാസികളാണ്. നമ്മളേറ്റവും അവരെക്കാട്ടി വളരെ ജൂനിയറും വിശ്വാസത്തിൽ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാലും എൻ്റെ ഉള്ളിൽ ആത്മാക്കളെ നേടണം, സുവിശേഷം അറിയിക്കണം, ഞാൻ അറിഞ്ഞ സമാധാനം, സന്തോഷം, പാപത്തിൽ നിന്നുള്ള വിടുതൽ എല്ലാവരും പ്രാപിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് എന്നും വൈകിട്ട് ചർച്ചിൽ പ്രാർത്ഥന തുടങ്ങിയാലോ? പറഞ്ഞ നല്ല കാര്യം, നിങ്ങൾ അടുത്തുള്ളവരൊക്കെ പ്രാർത്ഥനയ്ക്ക് വാ. ഇങ്ങനെ ഒരു 4-5 പേര് പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് തയ്യാറായി. ആ പ്രാർത്ഥന തുടങ്ങി വെച്ചു. അപ്പോൾ അവിടെ ഞങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ എന്നും പറയും, എന്നും വൈകിട്ട് ചർച്ചിൽ പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ വരണം, രോഗികൾ സൗഖ്യമാവും, ഭൂതങ്ങൾ വിട്ടുപോകും ആ പ്രാർത്ഥനയിലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു. അപ്പൊ അവിടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ട്രിപ്പിള് അടിക്കുന്ന ഒരു സഹോദരനും ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ടുപാടി ഞങ്ങൾ ആരാധിക്കുന്ന സമയത്ത് കടന്നു വരുന്ന രോഗികളൊക്കെ സൗഖ്യമാകുവാൻ തുടങ്ങി, ഭൂതങ്ങൾ വിട്ടോടുവാൻ തുടങ്ങി. അങ്ങനെ 5 പേര് തുടങ്ങി ഈ പ്രാർത്ഥന വളർന്നു സൺഡേയിലേക്കട്ടി കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പൊ അടുത്തുള്ള
ചർച്ചുകളിലൊക്കെ ആൾക്കാർ അറിഞ്ഞു ഇവിടെ എന്നും പ്രാർത്ഥന നടക്കുന്നു, വിടുതൽ നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞു. ബാക്കി കമ്മ്യൂണിറ്റി ചർച്ചുണ്ട്, വെസ്ലേൻ ചർച്ചുണ്ട്, CNA ചർച്ചുണ്ട്, ബാപ്റ്റിസ്റ്റ് ചർച്ചുണ്ട്, പല ചർച്ചുകളുണ്ട് അവിടെ. സെൻട്രൽ ഇന്ത്യ ക്രിസ്ത്യൻ ചർച്ചുണ്ട്, ദ മോക്ക് മിഷൻ അവരുടെ ചർച്ചുണ്ട്, അങ്ങനെ പല ചർച്ചുകളുണ്ട്. അപ്പൊ അവര് സൺഡേയിൽ ആരാധനയിൽ നമ്മൾ പറയും നിങ്ങളുടെ ചർച്ചിൽ തന്നെ നിങ്ങൾ പോകണം സൺഡേ ആരാധന, ബാക്കി ദിവസങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വരാം. അങ്ങനെ അവരെ നമ്മുടെ ചർച്ചിൽ സൺഡേ വരാൻ ഞാൻ പ്രേരിപ്പിച്ചിരുന്നില്ല. അവരോട് പറഞ്ഞു നിങ്ങൾ ബാക്കി ദിവസം ഇവിടെ വരാൻ പറ്റും, കാരണം നിങ്ങളുടെ ചർച്ചിൽ എന്നും വൈകിട്ട് പ്രാർത്ഥന ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അവര് വളരെ സന്തോഷമായിട്ട് വരുവാൻ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ വലിയൊരു ഉണർവുണ്ടാവുകയും കടന്നു വരുന്നവർ ആത്മാഭിഷേകം പ്രാപിക്കുകയും, ഇങ്ങനെ CNA കമ്മ്യൂണിറ്റി ചർച്ചിലുള്ള പാസ്റ്റർ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. മെനോനൈറ്റ് ചർച്ചിലെ പാസ്റ്റർ വളരെ സന്തോഷമുണ്ടായി. ഇങ്ങനെ സുവിശേഷം അറിയിക്കുന്നുണ്ട്, അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നു സുവിശേഷം അറിയിക്കുന്നുണ്ട് എന്നുള്ള അറിവ് അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചൊരിക്കൽ പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നതിന് ആവശ്യമായ പുതിയ നിയമം എത്ര വേണമെങ്കിലും ഞാൻ തരാം. പിന്നെ ഞാൻ രാവിലെ മുതൽ വേല ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദൈവാസന ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുമ്പോൾ ടിഫിൻ അയക്കുമായിരുന്നു, ഭക്ഷണം അയക്കുമായിരുന്നു, ചർച്ച കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വളരെ മറ്റുള്ളവരും വളരെ സ്നേഹമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യം എല്ലാ ഡിനോമിനേഷൻ നമ്മള് പ്രത്യേകിച്ച് പല സമയത്തും പെന്തിക്കോസ്തുകാര് നമ്മളും മറ്റുള്ളവരെ നമ്മളെ അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധമില്ലല്ലോ, ഇത് വളരെ പ്രത്യേക ഒരു അനുഭവം. എല്ലാവരും വളരെ സ്നേഹം. അങ്ങനെ വളരെ കൂട്ടം വരാൻ തുടങ്ങി. അവിടെ ഒരു ഒഡീസക്കാര് താമസിക്കുന്ന ഒരു കോളനി ഉണ്ടായിരുന്നു. അവിടെ കൊച്ചുങ്ങള് 14, 15, 10 വയസ്സുള്ള കൊച്ചുങ്ങൾ, പിള്ളേരാണും പെണ്ണും ഇങ്ങനെ വരാൻ തുടങ്ങി. അവരിങ്ങനെ വന്ന് ആരാധിക്കുമ്പോൾ ആത്മാവിലങ്ങ് നിറയുക. പിള്ളേർ ഈ കളിക്കുന്ന പ്രായത്തിൽ അവർ കളിക്കാൻ താല്പര്യമില്ല, എന്നും ചർച്ച് വരണം, പ്രാർത്ഥിക്കണം. അപ്പൊ അയലത്തുകാരുള്ള ഒരു മലയാളി കടയോടുണ്ട്, പറഞ്ഞ് നിങ്ങളുടെ ചർച്ച് സിനിമാ തിയേറ്ററാണെന്ന് ചോദിച്ചു. കാരണം എന്നും പ്രാർത്ഥനയല്ല, സിനിമാ തിയേറ്റർ വിട്ടു പോകുന്നത് പോലെ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോകുന്നു. അവിടെ ആ കൊച്ചുങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഒരു ദിവസം എൻ്റെ അടുത്ത് കൈ പിടിച്ച് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊന്ന് വരാൻ പറ്റുമോ? ഞങ്ങളുടെ അപ്പനെ കള്ളുപിടിച്ച് വളരെ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന അമ്മയായിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. വളരെ സന്തോഷമായി, നമുക്കൊരു വഴി തുറന്നു. അപ്പൊ അവരുടെ വീട്ടിലൊക്കെ കടന്നു ചെന്ന് ഈ പിള്ളേരുടെ സന്തോഷം കണ്ടോ, അവര് പ്രാർത്ഥനയ്ക്കൊക്കെ വന്നവർക്ക് എന്താ നിങ്ങളെ യേശുക്രിസ്തു സ്നേഹിക്കുന്നു എന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചുങ്ങൾ വഴി അവരുടെ വീട്ടിലുള്ള അമ്മയപ്പനും ഒക്കെ ഇതറിയാനും കൊച്ചുങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റവും അവര് മനസ്സിലാക്കുകയും അവരുടെ സന്തോഷവും മാറ്റവും എന്നും ചർച്ചിൽ പോകാനുള്ള ആഗ്രഹമൊക്കെ കണ്ട് അവരുടെ ജീവിതത്തിലും വളരെ ഒരു വ്യത്യാസം ഉണ്ടായി. ഇങ്ങനെ രോഗികൾ അവിടെ സൗഖ്യമാകും, ഭൂതങ്ങൾ വിടുതൽ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ കത്തോലിക്ക ചർച്ചുണ്ട്, അവരുടെ ഒരു പ്രവർത്തനമുണ്ട്. അവിടെ ഒരു കുഷ്ഠരോഗിയുടെ ഒരു സെന്റർ ഉണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, ഇതൊക്കെ അവരുടെയും ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ കത്തോലിക്ക സിസ്റ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട്, വരാൻ പറ്റും, നമുക്ക് എവിടെങ്കിലും ഒരു സുവിശേഷം അറിയിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു. വരാമെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മയ്ക്കും നമ്മളെ വിളിച്ചു. അവിടെ യേശുവിന്റെ സുവിശേഷം അവിടെ അറിയിക്കാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെ അവിടെ 2 വർഷം വളരെ സന്തോഷമായി. 96 മുതൽ 98 വരെ വളരെ സന്തോഷമായിട്ട് 2 വർഷം കടന്നുപോയി. ഓരോ ദിവസവും എങ്ങനെ കടന്നു എന്ന് അറിയത്തില്ല. അപ്പൊ രാവിലെ ഇറങ്ങും, വീട്ടിൽ നിന്ന് ഇറങ്ങും, ഭക്ഷണം ഉണ്ടാക്കി, റൊട്ടി ഉണ്ടാക്കി, ഒരു ഫാമുണ്ട്, അവിടുന്ന് പാല് വാങ്ങിച്ച് 1 ലിറ്റർ പാല് കാച്ചും, റൊട്ടി ഉണ്ടാക്കും, അതിനകത്ത് പഞ്ചസാര ഇട്ട് റൊട്ടി മുറിച്ചിട്ടിട്ട് വളരെ ടേസ്റ്റാണ്. അപ്പൊ അതും കഴിച്ച് രാവിലെ അങ്ങ് ഇറങ്ങി സൈക്കിളും എടുത്തോണ്ടാ പോകുന്നത്. 8 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 20 കിലോമീറ്റർ വരെ സൈക്കിൾ ചവിട്ടി ടാക്സി ഡിസ്ട്രിബ്യൂഷനും യേശുക്രിസ്തുവിന്റെ സ്നേഹവും സുവിശേഷവും സാക്ഷ്യവും മറ്റുള്ളവരോട് അറിയിക്കുകയും ഇങ്ങനെ തുടർന്നു. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ച് ആസ്തമ രോഗിയായിരുന്നു, 13 വയസ്സേ ഉള്ളൂ. അപ്പം ചർച്ചിൽ കടന്നു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമത്തിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അവർക്ക് സന്തോഷമായി. അവരുടെ ഗ്രാമത്തിൽ, അവര് ദൂരത്തിൽ നിന്ന് നമ്മുടെ ഗ്രാമത്തിൽ വരിക, നമ്മൾ അവരുടെ ഗ്രാമത്തിൽ ചെല്ലാം, ബാക്കി ഉള്ള രോഗികളെ അങ്ങനെ പ്രശ്നത്തിലുള്ളവരെ നിങ്ങൾ ആ ഗ്രാമത്തിൽ കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമത്തിലും സുവിശേഷം എത്തണം, അവിടെയും വിശ്വാസികൾ വേണം എന്നുള്ള ആ കാഴ്ചപ്പാടോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ വഴി തുറക്കുന്നത്. അപ്പൊ അവിടെ വളരെ സന്തോഷമായിട്ട് സൈക്കിളൊക്കെ ചവിട്ടി അവിടെ ചെന്നു.
പ്രാർത്ഥിച്ചു. ആ കൊച്ചിന് വളരെ ഒരു വിടുതലുണ്ടായി. ആസ്മ രോഗം സൗഖ്യമായി. പിന്നെ പലരും അവിടെ കടന്നു വരാൻ തുടങ്ങി. അത്ഭുത രോഗസൗഖ്യം അവിടെ ഉണ്ടാവാൻ തുടങ്ങി. അടുത്ത് ഇച്ചിരി ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് മോട്ടോർ സൈക്കിളിൽ ഒരാളെ പുറകെ വെച്ചുകൊണ്ട്, ഒരാളെ പുറകെ ഇരുന്നുകൊണ്ട് നടക്കാൻ വയ്യാത്ത ഒരാളെ കൊണ്ടുവന്നു. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് സൗഖ്യമാക്കും, യേശുക്രിസ്തു നിന്നെ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വാസത്തിൽ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. ആ സഹോദരന് സൗഖ്യമായി. അടുത്ത ആഴ്ചയിൽ അദ്ദേഹം സൈക്കിളെ വരാൻ തുടങ്ങി. എടുത്തോണ്ട് വന്ന ആള് സൈക്കിളെ വരാൻ തുടങ്ങി. അപ്പോ പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾ വരാം, ഇവിടം വരെ വരേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞ ഓരോരോ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നുള്ള. ഛത്തീസ്ഗഡില് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ പല ഗ്രാമങ്ങളിൽ ഒരു വിശ്വാസി പോലും ഇല്ല. എൻ്റെ ഒരു ദർശനമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒരു വിശ്വാസിയെങ്കിലും ഒരു ഗ്രാമത്തിൽ വേണം. ആ ദർശനത്തിലൂടെ കർത്താവ് പ്രവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലും ഒരു വഴി തുറന്നു. അവിടെയും ആൾക്കാരെ കൂട്ടാൻ തുടങ്ങി. അങ്ങനെ കൂട്ടായ്മ വർദ്ധിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിൽ 20 കിലോമീറ്റർ ചുറ്റുള്ള സൈക്കിളിൽ പോയി പല സ്ഥലങ്ങളിലും പ്രാർത്ഥന. അങ്ങനെ വൈകുന്നേരം പ്രാർത്ഥന. അങ്ങനെ ഔട്ട്സൈഡിൽ പോകും. വൈകിട്ട് ചർച്ചിലെത്തണം. അവിടെ വലിയൊരു കൂട്ടം വന്ന് നിൽക്കുവോ അകത്ത് കയറാനായിട്ട്. ഇന്നും വൈകിട്ട് പ്രാർത്ഥനയാണ്. അങ്ങനെ നമ്മുടെ ദിവസം രാവിലെ തുടങ്ങിയ പിന്നെ എങ്ങനെ രാത്രിയാവുന്നെന്ന് നമുക്ക് വരെ അറിയത്തില്ല, അത്രയും ബിസിയാ. അപ്പോ അവര് പറഞ്ഞു, രാവിലെയും കൂടെ നമുക്ക് പ്രാർത്ഥിച്ചാലോ. അവർക്ക് ഭയങ്കര ഒരു ആത്മാവിലൊരു താല്പര്യം, പ്രാർത്ഥന. രാവിലെയും വരാന്ന് പറഞ്ഞു. അപ്പൊ രാവിലത്തെയും പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവിടെ വളരെ അനുഗ്രഹമായിട്ട് പ്രവർത്തിക്കപ്പോൾ ഇവരെ ആത്മീയമായിട്ട് വളർത്തുന്നതിന് വചനം ആവശ്യമാണ്. ആ വചനം കൂടുതലായിട്ട് എനിക്ക് പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓർത്തഡോക്സ് ആയതുകൊണ്ട് ബൈബിളുമായിട്ട് എനിക്ക് ബന്ധം വളരെ കുറവായിരുന്നു. അങ്ങനെ രക്ഷയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങിയതും ഓരോ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. അപ്പോൾ ഒരു സഹോദരൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറ്, ഞാൻ ഒരു വർഷം പഠിക്കാൻ പോകാതെ ഇവിടെ നിൽക്കാം. ബ്രദർ ചെയ്ത ശുശ്രൂഷ ഞാൻ ചെയ്യാം. ബ്രദർ പഠിക്കാൻ പോകാൻ പറഞ്ഞു. ഞാൻ എല്ലാ കാര്യങ്ങളും ഒരുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിഷന്റെ ഒക്കെ ഡേറ്റ് കഴിഞ്ഞായിരുന്നു. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സാറിന്റെ അഡ്രസ്സ് തന്നു. അങ്ങനെ അവിടുന്ന് ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് 98 ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പോകാനായിട്ടുള്ള ഒരു വഴി തുറന്നു. അവിടെ ചെന്നു. ഇവിടുന്ന് കയ്യിലുള്ളത് ബൈബിള്, ചില പുസ്തകങ്ങൾ, അവർ ചിലർ സഹായിച്ച ചില വായിക്കാൻ തന്ന പുസ്തകങ്ങൾ, അതെല്ലാം കൊണ്ട് സാധനമൊക്കെ ആയിട്ട് പോയി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഒരാൾ വന്നെൻ്റെ അടുത്ത് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്നിട്ട് അദ്ദേഹം എൻ്റെ പെട്ടി എടുത്തോണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പെട്ടി എടുത്തോണ്ട് സഹായിക്കാനായിട്ട്. അപ്പൊ എനിക്കൊരു വലിയൊരു അത്ഭുതമായി. ആ പെട്ടി വാസ്തവത്തിൽ എനിക്ക് ഭാരമായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രേരിപ്പ്. എന്നെ കണ്ടപ്പം എവിടെ പോകാന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ ബൈബിൾ കോളേജിൽ പോകണം, അങ്ങനെയുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കേണ്ടതെന്ന് ആ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആ പെട്ടി എടുത്തുകൊണ്ട് എന്നെ അയച്ച വ്യക്തി പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുകയും, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു, ഹരിയാനയിലേക്ക്. അങ്ങനെ ബസ്സിൽ ഹരിയാനയിൽ ചെന്നു. അവിടെ അഡ്മിഷന്റെ ഡേറ്റ് എല്ലാം കഴിഞ്ഞു. ഗ്രേസ് ബൈബിൾ കോളേജിൽ അന്ന് 500 സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന അവസരങ്ങളാണ്, 500. അപ്പോ അവിടെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എടുക്കുന്നത്, ആപ്ലിക്കേഷൻ കൊടുത്ത് അതിന്റെ അഡ്മിഷൻ ലെറ്റർ ഒക്കെ കിട്ടിയിട്ട് ചെന്നാലേ എടുക്കൂ. പക്ഷേ എൽ സേവിയർ എന്ന് പറയുന്ന ഒരു സാറിന്റെ അഡ്രസ്സ് തന്നായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടാണ് ആദ്യം ഒരു ദിവസം എന്നെ താമസിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത് ദൈവാസനാണ്, ഇവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഒരു പ്രത്യേക കൺസിഡറേഷൻ. അപ്പൊ ഫാക്കൽറ്റി മീറ്റിംഗ് എനിക്ക് വേണ്ടി അവിടെ കൂടി. അപ്പൊ അവരെല്ലാം കൂടെ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അഡ്മിഷൻ എടുത്തു. അവിടെ ഒരു വർഷം അവിടെ പഠിക്കാൻ കഴിഞ്ഞു. അവിടെ ദൈവാസന പാസ്റ്റർ പി എ ശോമുവേൽ, ആത്മീയ പിതാവ്, നമ്മളെ പഠിപ്പിച്ചത് വിശ്വാസത്തിൽ ജീവിക്കണം എന്നാണ്, മനുഷ്യരോട് ഒന്നും ചോദിക്കരുത്. അങ്ങനെ ഈ പഠന സമയത്തിലും വിശ്വാസ ദൈവത്തിൽ ആശ്രയം വെച്ചു. അങ്ങനെ വളരെ തണുപ്പ് സഹിക്കാൻ വയ്യ. അപ്പോ ജാക്കറ്റും ഡൽഹി പോകുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് കയ്യിലുണ്ടായിരുന്ന ഇച്ചിരി പൈസ കൊടുത്തിട്ട് പറഞ്ഞ ഒരു ജാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരണം. അവിടെ പഴയ ജാക്കറ്റും വിൽക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ജാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ ജാക്കറ്റ് ഊരാനും പറ്റത്തില്ല, കാരണം ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഇടാനില്ല.
അങ്ങനെ ഭയങ്കര തണുപ്പ്. കയ്യ് വെള്ളം കഴിയാൻ ചെല്ലുമ്പോൾ കയ്യെല്ലാം സൂചി കുത്തുന്നുള്ള വേദന. ടാങ്കിൽ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ചില സ്റ്റുഡന്റ് ഒക്കെ കുളിക്കാൻ പോയി വടി പോലായിട്ടുണ്ട്. പിന്നെ എടുത്തോണ്ട് ചെന്നിട്ട് കമ്പിളിയൊക്കെ പുതച്ച് ഇടിച്ചൊക്കെയാണ് പിന്നെ രക്തോട്ടം തുടങ്ങി. അങ്ങനെയുള്ള ഒരു അത്ര തണുപ്പുള്ള ഒരു സമയം. അപ്പൊ ഞാന് അവിടെ ചെന്ന് ലീഡേഴ്സിന്റെ എഴുതി പറഞ്ഞു, എനിക്ക് കിച്ചണിൽ ഡ്യൂട്ടി തരാമെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഈ തണുപ്പ് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് കിച്ചണിൽ ഡ്യൂട്ടി ചോദിച്ചത്. അപ്പോൾ കിച്ചണിൽ ഡ്യൂട്ടി എനിക്ക് തന്നു. അത് വളരെ അനുഗ്രഹമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ അത്രയും സമയം തണുപ്പറിയത്തില്ല. അങ്ങനെ അവിടെ 2 മണിക്കൂർ ഡ്യൂട്ടിയാണ്. പേ ചെയ്യാത്ത സ്റ്റുഡൻസിന് 2 മുതൽ 4 വരെ എന്നും മാനുവൽ വർക്കുണ്ട്, ഡ്യൂട്ടി ഉണ്ട്. അവിടെ പഠിച്ചു, 1 വർഷം പഠിച്ചു. നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു സാറിന്റെ അടുത്ത് പറഞ്ഞു, ഡിഗ്രി ഉള്ളത് കൊണ്ട് ജോർജ്, ഞാൻ പഠിച്ച കോളേജിൽ MD-ന് വേണ്ടി ഞാൻ എല്ലാം ശരിയാക്കി തരാം, ജോർജിന് പോകാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ച സാറിന്റെ അടുത്ത്. അവിടുന്ന് ആ സാറും അവിടുന്ന് പഠിച്ചാണ് MD കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പഠിപ്പിക്കാൻ. അപ്പം എന്റെ സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കി. ആ സാറ് നേരത്തെ ഇവിടെ ഭിലായിലുള്ളതായിരുന്നു, ഛത്തീസ്ഗഡിലുള്ളതായിരുന്നു. പിന്നാണ് അവർ ആന്ധ്രയിലേക്ക് പോവുകയും പിന്നെ അവിടുന്ന് വന്നത്. അങ്ങനെ ഛത്തീസ്ഗഡിൽ നേരത്തെ ഉണ്ടായിരുന്നുള്ള ഒരു പ്രത്യേക സ്നേഹമൊക്കെ എന്നോടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പഠിച്ച ചെന്നൈയിലെ ആ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തു തരാൻ പോകാൻ പറ്റുമോ? അഡ്മിഷൻ ഫോമും എല്ലാ കാര്യങ്ങളും സാറ് തന്നെ ശരിയാക്കി തന്നു. അങ്ങനെ വെക്കേഷന് വന്ന സമയത്ത് അവിടെ അഡ്മിഷന് വേണ്ടി കൊടുത്തു. അങ്ങനെ അവിടെ അഡ്മിഷൻ ലഭിച്ചു. അങ്ങനെ അവിടെ പോകുവാനിടയായി. അവിടെ 3 വർഷമാണ് MD. ഡിഗ്രി ഉള്ളവർക്ക് 3 വർഷം MD. അങ്ങനെ MD-നോട് അഡ്മിഷൻ ലഭിച്ച് അവിടെയും അതും വിശ്വാസത്തിലാണ്. എല്ലാവരും പറയും എന്നെ ആരൊക്കെ സഹായിക്കുന്ന സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ പിതാവായ ദൈവമാണ് എൻ്റെ സ്പോൺസർ, എന്നെ സഹായിക്കുന്ന. അങ്ങനെ ചെന്ന സമയത്ത് ഉടനെ വെളിയിലിറങ്ങി ഒരു പാ വാങ്ങിക്കാൻ പോയി പ്രാർത്ഥിക്കാൻ. കർത്താവിന് അപ്പനോട് പ്രാർത്ഥിക്കണമല്ലോ. അങ്ങനെ ഒരു വെളിയിലിറങ്ങി കടകൾ തിരക്കി ഒരു പാ വാങ്ങിച്ചു. ആ പാ വാങ്ങിച്ചുകൊണ്ടിരുന്ന് അതിനകത്ത് പിന്നെ അപ്പനോട്, സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 1 വർഷം കടന്നുപോയി. ചിലരൊക്കെ സാറുമാരൊക്കെ ചിലപ്പോൾ ആത്മപ്രേരണ ഉണ്ടായി അവരുടെ ദശാംശമൊക്കെ എൻ്റെ കൈ കൊണ്ട് വരുമായിരുന്നു. അന്നേ അവർക്കറിയായിരുന്നു ഇത് പാസ്റ്ററാണ്, ദൈവദാസനാണ്. അങ്ങനെ പിന്നെ എന്നെ വിട്ട ഈ ദേവദാസനെ MDH പഠിക്കാൻ വേണ്ടി അതേ കോളേജിൽ തന്നെ. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ജോലിയും കിട്ടി, MDH-ഉം പഠിക്കുകയും ചെയ്യുക. അപ്പൊ അദ്ദേഹത്തിന്റെ ദശാംശമൊക്കെ എനിക്ക് തരാൻ തുടങ്ങി. അങ്ങനെ 2-ാം വർഷം ആയപ്പോൾ ആ കോളേജിലെ സിസ്റ്റം ആകെ മാറി. ഭക്ഷണം കഴിക്കാൻ മാത്രം 800 രൂപ കൊടുക്കണം, അത് കൂപ്പണം. പിന്നെ ട്യൂഷൻ ഫീസ്, പിന്നെ അക്കോമഡേഷന്റെ ഫീസ്, ഇങ്ങനെ പല ഫീസുകളാക്കി. അപ്പോഴ് വിശ്വാസത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ കഥകളിൽ നിന്ന് തൊട്ട് ഇനി എങ്ങനെ മുന്നോട്ടെന്നുള്ള എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് കാക്ക അയക്കും, ഏലിയാവിന് കാക്ക അയച്ച കർത്താവ് എനിക്കും കാക്ക അയക്കും എന്നിങ്ങനെ ഉള്ളിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ വന്ന് വാതിൽ തൊട്ടി. ഞങ്ങളുടെ റൂമിൽ 3 പേരാണ് താമസിക്കുന്നത്. ഇങ്ങനെ വാതിൽ തട്ടി, വാതിൽ തുറന്നപ്പോ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി തന്ന കൂപ്പണാന്ന് പറഞ്ഞ ഒരു 25 ദിവസത്തെ കൂപ്പൺ എനിക്ക് ലഭിച്ചു. അപ്പൊ 25 ദിവസം സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാം, 25 ദിവസത്തെ കൂപ്പൺ ലഭിച്ചു. അപ്പൊ ഞങ്ങളുടെ റൂമിൽ തന്നെ ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഒരു ഡേവിഡ് ഷാമുൽ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, ആ സഹോദരൻ 1 മാസത്തെ 1 നേരം കഴിക്കാനുള്ള കൂപ്പണ് 300 രൂപയ്ക്ക് കിട്ടും. ആ കൂപ്പൺ എടുത്ത് ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിച്ച് മൊത്തം സമയം ആ 1 നേരത്തെ ഭക്ഷണം കൊണ്ട് ജീവിക്കുമായിരുന്നു ആ സഹോദരൻ. അതൊക്കെ എന്നെ വളരെ ഇൻഫ്ലുവൻസ് ആക്കി. പിന്നെ ഞാൻ ചെന്ന് പ്രിൻസിപ്പാളിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പണി തരണം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ പഠിച്ചോണ്ട് ഇത്ര രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ? കിച്ചണിൽ പണി എന്ന രാവിലെ എഴുന്നേക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റും. 5 മണിക്ക് പ്രാർത്ഥന, 5 മണി കഴിഞ്ഞ് പ്രാർത്ഥനയുണ്ട്, 4 മണിക്ക് എഴുന്നേക്കണം, 4 മുതൽ 5 വരെ കിച്ചണിൽ ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. കാരണം വിശ്വാസത്തിൽ ജീവിക്കുന്ന നമ്മൾ അലസരായിരിക്കാതെ കഴിയാവുന്ന നമ്മളൊരു സ്റ്റെപ്പ് വെക്കണമെന്നുള്ള ദൈവവചനം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ജോലി ചോദിച്ചു. പ്രിൻസിപ്പാൾ അവിടെ സംസാരിച്ചു.
അങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യാൻ കിട്ടി. അങ്ങനെ രാവിലെ 1 മണിക്കൂർ അവിടെ ജോലി ചെയ്യും, വൈകിട്ട് 1 മണിക്കൂർ, അങ്ങനെ 2 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 20 രൂപ കിട്ടും. 10 രൂപയാണ് 1 മണിക്കൂർ ജോലി ചെയ്യും. അപ്പോൾ 20 രൂപ കിട്ടുമ്പോൾ 300 രൂപ കൊടുത്തിട്ട് 30 ദിവസത്തെ കൂപ്പണാണ്. പിന്നെ രാവിലെയും വൈകിട്ടും അവിടെ ജോലി ചെയ്യാൻ പോകുന്നത് കൊണ്ട് അവിടുന്ന് തന്നെ കിച്ചണിൽ തന്നെ ജോലി ചെയ്യും. അതുകൊണ്ട് രാവിലത്തെയും വൈകിട്ടത്തെയും ഭക്ഷണം അവിടെ എല്ലാവർക്കും സെർവ് ചെയ്യണം, ഭക്ഷണം സെർവ് ചെയ്യണം. അപ്പൊ അതോടുകൂടി തന്നെ ഭക്ഷണം ലഭിക്കുമായിരുന്നു. അങ്ങനെ രാവിലെയും വൈകിട്ടത്തെയും ഭക്ഷണം ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ക്യാൻറ്റീന് അവിടെ തന്നെ കിട്ടുമായിരുന്നു, മെസ്സിൽ തന്നെ. പിന്നെ ഉച്ചയ്ക്ക് 300 രൂപ കൊടുത്ത് കൂപ്പൺ കൊടുക്കും. അങ്ങനെ ഉച്ചയ്ക്കലത്തെ ഭക്ഷണമായ അങ്ങനെ അത്ഭുതകരമായിട്ട് അങ്ങനെ കർത്താവ് അവിടെ നടത്തി. പിന്നെ 3-ാമത്തെ വർഷം അവിടെ ചെന്നപ്പോൾ അവിടെ അനൗൺസ് ചെയ്തു, ജോർജ് വൈദ്യൻ കോളേജിലെ സ്പിരിച്വൽ ലീഡറാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ സ്പിരിച്വൽ ലീഡറാണ്, പാട്ട് പാടണം, പ്രാർത്ഥിക്കണം, ലീഡ് ചെയ്യണം, വളരെ കഴിവൊക്കെ വേണം. എനിക്ക് അങ്ങനെയുള്ള വലിയ കഴിവൊന്നുമില്ല പാട്ട് പാടാനൊന്നും. ഞാൻ ചിന്തിച്ച് ഇതെങ്ങനെ കർത്താവ് തന്നാൽ അങ്ങനെ ഒരു സ്പിരിച്വൽ ലീഡർ ഉള്ള ഒരു പൊസിഷനിൽ അവിടുത്തെ കോളേജിലെ ഏറ്റവും വലിയൊരു സ്പിരിച്വൽ ലീഡർ. അവർ പ്രാർത്ഥന എല്ലാം അറേഞ്ച് ചെയ്യണം, എല്ലാ മീറ്റിംഗും അറേഞ്ച് ചെയ്യണം. അങ്ങനെ സ്പിരിച്വൽ ലീഡറാക്കി മാറ്റി. അപ്പോൾ പ്രിൻസിപ്പള് ആരെയോ ഒക്കെ ബന്ധപ്പെട്ട് സ്പോൺസറെ ഉണ്ടാക്കി. അങ്ങനെ 3-ാമത്തെ വർഷം എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാ കാര്യത്തിനും, ഭക്ഷണത്തിനും, എല്ലാ ഫീസുകൾക്കും സ്പോൺസറെ പ്രിൻസിപ്പൾ തന്നെ കണ്ടെത്തി. അങ്ങനെ 3-ാം വർഷം വളരെ അനുഗ്രഹമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ഫസ്റ്റ് ക്ലാസ്സിൽ MD പാസ്സാവുകയും എൻ്റെ കയ്യിലൊരു 22,000 രൂപ മിച്ചവും വന്നു. അങ്ങനെ ഓരോ വർഷവും അവധി സമയത്ത് പിന്നെ ഛത്തീസ്ഗഡിൽ വരികയും വെക്കേഷനിൽ അവിടെ വേല ചെയ്യാൻ വീണ്ടും പഠിക്കാൻ വരികയും ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുകയും പിന്നെ 22,000 രൂപ എൻ്റെ കയ്യിൽ മിച്ചമുണ്ട്. അങ്ങനെ അവിടെ റായ്പൂരിൽ വന്നപ്പോ അല്ല, ഒരു ഗ്രാമത്തിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു അമ്മയും മോനും അവിടെ ഇരിക്കുന്നു. പാസ്റ്റർ അവിടെ റെസ്റ്റ് ചെയ്യുക. ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വന്നേ? അപ്പൊ എനിക്ക് എവിടെങ്കിലും ഒരു വേല വീണ്ടും തുടങ്ങണം, ഒരു വഴി തുറക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരവിടെ ചർച്ചിൽ ഇരിക്കുന്നത്. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വന്നേ? ഇത്ര ദൂരത്തിൽ നിന്നാ വന്നേ, ഗ്രാമത്തിന്റെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞ്, ഞങ്ങള് അവിടെ വരാം, നിങ്ങളുടെ ഗ്രാമത്തിൽ വരാം, ഇത്ര ദൂരത്തിൽ നിന്നാണല്ലോ നിങ്ങൾ വന്നത്. അപ്പൊ ആ മകൻ ഒരു മന്ത്രവാദിയാ ഗ്രാമത്തിൽ. ആ അമ്മയ്ക്ക് വളരെ അസുഖമായി, ഒരിടത്തും ഭേദപ്പെടാതെ കൊണ്ടാണ് ആരോ പറഞ്ഞു ഇങ്ങനെ റായ്പൂരിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ അമ്മ, മന്ത്രവാദിയായ അമ്മ, മോനെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ അഡ്രസ് ഇങ്ങനെ പറഞ്ഞു, ഗ്രാമം പറഞ്ഞിട്ട് മന്ത്രവാദി സി രാമുവിന്റെ വീട് എവിടാന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി അവിടെ ചെന്നു, ഒരു സഹോദരനായിട്ട് അവിടെ ചെന്നു. ഞങ്ങളൊരു കടയിൽ ചോദിച്ചു, ശ്രീരാമന്റെ വീട് എവിടാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചെറുക്കനെ അവിടെ പറഞ്ഞു വിട്ടു, ആ ഒരു വീട്ടിലെത്തിക്കാൻ പറഞ്ഞു. ആ വീട്ടിലെത്തിയപ്പോൾ ഉള്ള 2 പേരെ അവിടെ മന്ത്രം ചെയ്യാനായിട്ട്, സുഖമില്ലാത്ത 2 പേര്, ഒരാൾ വടിയും പിടിച്ച്, ഒരാൾ വളരെ ക്ഷീണമായിട്ട് അവിടെ വന്നു. അപ്പോ ആ മന്ത്രവാദി പറഞ്ഞു, ഇനി ഇങ്ങനെ മന്ത്രവാദം ചെയ്യണ്ട, ജാടാപൂക്കാന്ന് ഇവിടെ പറഞ്ഞു, അത് ചെയ്യണ്ട, ഇവര് പ്രാർത്ഥിച്ചാൽ മതി സൗഖ്യമാവുന്നു. ഞങ്ങളുടെ അമ്മയും ഇവരുടെ അടുത്താ കൊണ്ടുപോകുന്നത്, പ്രാർത്ഥിച്ചാൽ മതി സൗഖ്യമാവുന്നു. അങ്ങനെ അവരെ ഇങ്ങനെ നടക്കാൻ വയ്യാതെ വടിയും കുത്തി ഇങ്ങനെ വന്ന ആ സമയത്ത് വിശ്വാസത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചപ്പല്ല, അടുത്ത ആഴ്ച വീണ്ടും പോയി. അടുത്ത ആഴ്ച അവിടെ ചെന്നപ്പോ അല്ല, അവർ രണ്ടും വളരെ നടന്നു വന്ന്, വടിയൊന്നും ഇല്ലാതെ നടന്നു വന്നു. അവിടെ ഒരു കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഇങ്ങനെ ചിലരവിടെ എതിർക്കാൻ തുടങ്ങി, ഇനിയും വന്ന ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു, അടിക്കുമെന്ന് പറഞ്ഞു. അവിടെ ഒരു ക്രിമിനൽ ഗ്രാമമാണ്. നേരത്തെ ഒരു സഹോദരിയെ വയല് സംബന്ധിച്ചുള്ള വഴക്കിന് വയലിലിട്ട് കൊന്ന്, ഗർഭിണിയായ ഒരു സഹോദരിയെ കൊന്ന് 60 പേര് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അങ്ങനെ 2 ഗ്രൂപ്പുകൾ, 2 കമ്മ്യൂണിറ്റി തമ്മിൽ വഴക്ക്, വാളൊക്കെ അങ്ങനെ വഴക്ക് കൊണ്ടിരിക്കുന്ന ടെൻഷൻ പിടിച്ച ഒരു ഗ്രാമമായിരുന്നു. എല്ലാവർക്കും പേടിയുള്ള ഒരു ഗ്രാമമായിരുന്നു. അങ്ങനെ ആ അമ്മനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ അവിടെ ചെന്നാൽ അവർ ഉപദ്രവിക്കും. അങ്ങനെ ആ ആഴ്ച മൊത്തവും പ്രാർത്ഥിച്ച്, കർത്താവേ തുറന്ന ഒരു വഴിയാണല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ കൂടെയുള്ള സഹോദരൻ വരാൻ ഒരു പേടിയായി.
അങ്ങനെ ഒറ്റയ്ക്ക് പോവാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് അവിടെ ഇവിടെ നോക്കും അവര് പറഞ്ഞ് ഉപദ്രവിക്കുമെന്നാ പറഞ്ഞ്. പക്ഷേ അന്നാരെയും കണ്ടില്ല. അങ്ങനെ ആ കൂട്ടായ്മ കടന്നുപോയി. ആ മന്ത്രവാദി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ആൾക്കാരോടെല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ ദൂരെ ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കടന്നു. ഇന്ന് പി എസ് വാസു ഉണ്ട്. പി എസ് വാസു അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഒരുപാട് പേര് വരികയും സൗഖ്യമാകുകയും വിടുതൽ പ്രാപിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കൂട്ടായ്മ വളർന്നു വന്നു. അങ്ങനെ കുട്ടികൾക്കും വളരെ സന്തോഷമായി. അവര് ഞങ്ങളുടെ ഇന്ന് ട്രാക്സ് വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സൊക്കെ ഇറങ്ങുന്നവർക്കൊക്കെ ട്രാക്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഞാൻ റോഡിൽ ഇങ്ങനെ വരുമ്പോൾ, അന്ന് വണ്ടിയില്ല, റോഡിൽ ഇങ്ങനെ വരുമ്പോൾ ബസ്സിൽ ഇറങ്ങി വരുമ്പോൾ ബാഗൊക്കെ പിടിച്ചുകൊണ്ട് അവർ വളരെ സന്തോഷമായിട്ട് വരും. അവരുടെ ഉള്ളിൽ വളരെ സന്തോഷം. പിള്ളേരൊക്കെ ഒരുപാട് കൂടാൻ തുടങ്ങി. അവരെ പാട്ട് പഠിപ്പിക്കുകയും അവര് സ്വന്തമായിട്ട് പാട്ടൊക്കെ ഉണ്ടാക്കി പാടും. റായ്പൂരിൽ നിന്ന് യേശുമസി ഗ്രാമത്തിന്റെ പേര് പറഞ്ഞിട്ട് ഗ്രാമത്തിൽ വന്നേ എന്ന് പറഞ്ഞിട്ട് അവര് അവരുടെ താളത്തിലൊക്കെ പാട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ജനറൽ കൺവെൻഷന് റായ്പൂരിൽ നിന്ന് ജനറൽ കൺവെൻഷന് ഇവരോട് അറിയിക്കുകയും അങ്ങനെ അവര് അവിടുന്ന് ഒരു 60 പേര് ആ ജനറൽ കൺവെൻഷന് റായ്പൂരിൽ പാസ്റ്റർ പി എസ് ശർമ്മന് വളരെ സന്തോഷമായി. ഗ്രാമത്തിലേക്ക് ഇങ്ങനെ മിനിസ്റ്ററി നടക്കുന്ന വളരെ സന്തോഷമാണ്. പിന്നെ അദ്ദേഹവും പിന്നെ സമയമെടുത്ത് പിന്നെ ഗ്രാമത്തിൽ വരാൻ തുടങ്ങി. അങ്ങനെ വളരെ അനുഗ്രഹമായിട്ട് ആ മിനിസ്റ്റർ പോയി. അങ്ങനെ ആദ്യത്തെ വിശ്വാസിയായ കൊർബാനിൽ നിന്നുള്ള ആ അമ്മച്ചിയെ ഞങ്ങള് ആ മന്ത്രവാദിയുടെ അമ്മയെ ഞങ്ങൾ മറിയം എന്ന് പേരിട്ട് അതിന് ആദ്യത്തെ അവരെ സ്നാനപ്പെടുത്തി. ഒരു ദിവസം വന്നപ്പം പറഞ്ഞു, ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് സ്നാനം വേണമെന്ന്. അപ്പൊ ഒന്നാമത് ആ ഗ്രാമത്തിലെ എല്ലാവർക്കും പേടിയാ. അപ്പൊ സ്നാനം എങ്ങനെ കൊടുക്കും? ഭാര്യ സുമയുണ്ട്. അങ്ങനെ ആ അമ്മച്ചി പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എങ്ങനെ സ്നാനപ്പെടുത്താൻ, സ്ഥലമൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ഒരു കനാലുണ്ട്. അവിടെ അമ്മച്ചി പറഞ്ഞു എനിക്ക് സ്നാനം വേണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൈ പിടിച്ച് അങ്ങനെ അവരെ ആദ്യത്തെ വിശ്വാസി അവിടെ സ്നാനപ്പെടുത്തി ആ ഗ്രാമത്തിൽ. അങ്ങനെ അവിടെ വേല വർദ്ധിച്ചുകൊണ്ടിരുന്നു. പലരും സ്നാനപ്പെടാൻ തയ്യാറായി. എല്ലാ ദിവസവും ഞായറാഴ്ച പോകാൻ തുടങ്ങി. അവിടെ ആരാധന നടത്തി. പിന്നെ റായ്പൂരിൽ ചർച്ച കൂടി വരുമായിരുന്നു. ഇങ്ങനെ അവിടുത്തെ കൂട്ടായ്മ വളർന്നു വന്നു. ആൾക്കാർ കൂടാൻ തുടങ്ങി അവിടെ വീട്ടിൽ. അങ്ങനെ പിന്നെ മന്ത്രവാദിയുടെ വീട്ടുകാര് അങ്ങ് എതിർപ്പായി. ബാക്കിയുള്ളവരെല്ലാം കൂടെ അവരെ തിരിപ്പിച്ച് ഇവര് ക്രിസ്ത്യാനിയാക്കാൻ വരുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ തിരിപ്പിച്ചിട്ട് അവര് വളരെ പ്രശ്നം ഉണ്ടാക്കി. ഒരു ദിവസം സ്നേഹമായിട്ട് ബാഗൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ കൂടെ വന്നിട്ട് ആ മന്ത്രവാദിയുടെ അപ്പൻ അത് പറഞ്ഞ് പാസ്റ്ററെ ഇനി ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തണ്ട. അപ്പൊ വേറൊരു സഹോദരന്റെ വീട് കിട്ടി. അവിടെ പ്രാർത്ഥന നടത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ ആദ്യത്തെ സ്നാനപ്പെട്ട ഈ അമ്മച്ചി സ്വന്തം കഴുത്തിലെ വെള്ളിമാല 1 രൂപയും കൈ തന്നിട്ട് പറഞ്ഞു, എന്നെങ്കിലും ചർച്ചിന് വേണ്ടി സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ഇത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കൊണ്ട് വിറ്റു. അപ്പോൾ 510 രൂപയും 1 രൂപ 511 രൂപയും. ഈ 511 രൂപ കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് അതിനെ 5 അപ്പം 2 പവനും അല്ലാതെ പെരുപ്പിച്ച് ഒരു സ്ഥലം വാങ്ങിക്കുവാനായിട്ട് പിന്നെ ഞങ്ങൾ തിരക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്ഥലം കണ്ടു. അവിടെ ഒരു ആലുണ്ട്. ആല് ഞങ്ങൾ വെട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. ആ സ്ഥലം അഡ്വാൻസ് കൊടുത്തായിരുന്നു 10,000 രൂപ. അത് 9,000 രൂപ തിരിച്ചു തന്നു. 1000 രൂപ അവരെടുത്തു. പിന്നെ സ്ഥലം തിരക്കി. റോഡ് സൈഡിൽ ഒരു 17 സെന്റ് സ്ഥലം ലഭിച്ചു. അന്ന് 1 ലക്ഷം രൂപയേ ഉള്ളായിരുന്നു 17 റോഡ് സൈഡിൽ വില. അപ്പൊ ഈ അമ്മച്ചി എന്ന പൈസയും അതിന്റെ കൂടെ കർത്താവ് വഴി തുറക്കി. അങ്ങനെ സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ ലഭിച്ചു. അങ്ങനെ അവിടെ 17 സെന്റ് സ്ഥലം ഗ്രാമത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് ലഭിച്ചു. ആ സ്ഥലത്ത് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ചെറിയ ഒരു റൂം ഉണ്ടാക്കി ആദ്യം. ആ റൂമിൽ പിന്നെ പ്രാർത്ഥന തുടങ്ങി. പിന്നെ ആ പ്രാർത്ഥനയിൽ ആൾക്കാർ കൂടാൻ തുടങ്ങി. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു ഹാളുണ്ടാക്കാൻ കർത്താവ് വഴി തുറന്നു. അങ്ങനെ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹാള് ഇപ്പോൾ ഉണ്ട്. അവിടെ ഇന്ന് 2 സഹോദരന്മാരിപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അത്ഭുതകരമായിട്ട് വഴി തുറന്നു. ആ ഗ്രാമത്തിൽ വഴി അനേക ഗ്രാമങ്ങളിൽ നിന്ന് കടന്നു വന്നവരുണ്ട്.
അപ്പൊ അവരുടെ അടുത്തൊക്കെ നമ്മൾ നിങ്ങളുടെ ഗ്രാമത്തിലും വരാൻ, നിങ്ങൾ ഇത്രയും ദൂരം വരണ്ടെന്ന്, കാരണം നമുക്കൊരു വഴി ഒരു ഗ്രാമത്തിൽ തുറക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാ ഞങ്ങൾ അവിടെ വരാം അങ്ങനെ പറഞ്ഞ് ഈ ദൂരെ ദൂരെ നിന്ന് വന്ന ഗ്രാമം, എല്ലാ സ്ഥലത്തും നമുക്ക് എത്താൻ പറ്റിയില്ല. നല്ലൊരു പ്രയോജനം ഉണ്ടായത്, ചിലർ ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ട് വേല സ്ഥലം തിരക്കി ഇങ്ങനെ നടക്കുന്നവർക്ക് ഈ സൗഖ്യമായ വീട്ടില് ഒരു സ്ഥലം ലഭിക്കുമായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു വന്നിട്ട് ഒരു സ്ഥലം വേണമല്ലോ ഒരു പ്രാർത്ഥന തുടങ്ങാൻ. അങ്ങനെ പലർക്കും അങ്ങനെ സ്ഥലം ഒരുക്കി. അങ്ങനെ ഇതിനകത്ത് ഒരു ആസ്മ പേഷ്യന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ 25 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് കൊണ്ടുവരുമോ. അങ്ങനെ തുടർച്ചയായിട്ട് അവരുടെ റിലേഷനിലുള്ള ഇവിടെ ഞങ്ങള് ആരാധന നടത്തുന്ന ഗ്രാമത്തിലുണ്ട്. അതറിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ പ്രാർത്ഥന നടക്കുന്നു, മോളെ ഇവിടെ അനിയന്റെ മോളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ കൊച്ച് വന്നു, പ്രാർത്ഥിച്ചു, കൊച്ചിന് സൗഖ്യമായി. അപ്പൊ അവിടെ വേറൊരാള് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് സ്ഥലം എങ്ങനെ വേല എങ്ങനെ, അപ്പോ ഈ ഒരു സ്ഥലം വീട് ലഭിച്ചു. അദ്ദേഹം അവിടെ ഒരു പ്രവർത്തനം ആ വീട്ടിലങ്ങ് തുടങ്ങി പ്രാർത്ഥന. അങ്ങനെ അവിടെ ഒരു ചർച്ച. അങ്ങനെ പല സ്ഥലങ്ങളിൽ അത്ഭുത രോഗസൗഖ്യം നടന്ന എല്ലായിടത്തും നമുക്ക് എത്തിപ്പറ്റാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ വന്ന് സൗഖ്യം പ്രാപിച്ചു പോകും. പലർക്കും പുതിയ വേല തുടങ്ങാനൊക്കെ ഒരു വഴി പലർക്കും ലഭിക്കുകയുണ്ടായി. അങ്ങനെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലൂടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കുവാനും ഇടയായി. അങ്ങനെ കർത്താവിന്റെ വേല വളരെ അനുഗ്രഹമായിട്ട് കർത്താവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തും എൻ്റെ ഭാര്യയായിരുന്നു ആദ്യം അവിടെ വേല തുടങ്ങിയത്. ഒരു ടീം, ലേഡീസിന്റെ ഒരു ടീം ദൈവവിളി കേട്ട് ഗ്രാമത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ താമസിക്കുന്ന ഞങ്ങൾ ദോന്തേക്കൽ എന്ന് പറയുന്ന ഗ്രാമത്തില് അവരായിരുന്നു ആദ്യം വന്നത്. ഇങ്ങനെ അവര് നേടുന്ന ആത്മാക്കളെ വേറൊരു കൂട്ടായ്മയ്ക്ക് കൊടുത്തോണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 2004 ഞങ്ങളുടെ വിവാഹം നടന്നു. അപ്പൊ ഇവിടെ 2 മുറിയും 8 സെന്റ് സ്ഥലവും ഉണ്ട്. അവർ നേരത്തെ ഉണ്ടാക്കി. അവർ തയ്യൽ പഠിപ്പിക്കും, ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കും. ഇങ്ങനെ അവരാൽ കഴിയുന്നതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. ഇവര് ജീവിതം എന്ന് പറയുന്ന തിരുവല്ലയിലുള്ള മിഷൻസ് ഇന്ത്യ ആ സംഘടനയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം വിളി അവിടെ ഷെയർ ചെയ്യുക, എനിക്ക് ഇങ്ങനെ ഗ്രാമത്തിൽ പ്രവർത്തിക്കണം. അങ്ങനെ അവരത് അംഗീകരിക്കുകയും അങ്ങനെ ഗ്രാമത്തിൽ പ്രവർത്തിക്കാൻ ഇവിടെ കടന്നു വരികയും അങ്ങനെ ദേവാസൻ KV ചെറിയാന്റെ ഭാര്യ മിസ്സസ് KV ചെറിയാൻ വളരെ ഇവരുടെ ഒരു ആത്മീയ മാതാവായിട്ട്, എൻ്റെ ഭാര്യയുടെ ഒരു ആത്മീയ മാതാവ് അവർ ഗൈഡൻസ് കൊടുക്കുകയും അങ്ങനെ അവര് ഇവിടെ സ്ഥലം വാങ്ങിക്കാനൊക്കെ അവരാണ് സഹായിച്ചത്. അങ്ങനെ സഹായിക്കുകയും ദൈവം കർത്താവ് പറയുന്നത് എന്താണെന്ന് കേൾക്കണം എന്ന് അമ്മച്ചി പറയുന്നുണ്ട്. അങ്ങനെ അവര് ഇവിടെ വിശ്വാസത്തില് വേല ചെയ്യുക. അവര് നേടുന്ന ആത്മാക്കളെ ട്യൂഷൻ എടുക്കും. അങ്ങനെ അവരുടെ വേലയിലൂടെ കടന്നു വരുന്ന വേറൊരു ഫെലോഷിപ്പിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞു വന്നു. അപ്പൊ ഞാൻ റായ്പൂരിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അവിടുന്ന് പിന്നെ ഇവിടത്തേക്ക് കടന്നു വന്നു. അപ്പൊ ഈ ഗ്രാമത്തിലുള്ള വേല നേരത്തെ ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ വിവാഹം കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന തോന്തേക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കാൻ വന്നു. അപ്പൊ ഞങ്ങളുടെ ഈ 22,000 രൂപ നമ്മുടെ കയ്യിലുള്ളത് അത് കൊടുത്തൊരു ലൂണ വാങ്ങിച്ചായിരുന്നു, ഒരു പുതിയൊരു ലൂണ ഈ വേലയ്ക്ക് വേണ്ടി. അന്ന് വരെ സൈക്കിളേ ഉള്ളായിരുന്നു. അപ്പൊ എന്നെ ആൾക്കാർ ലൂണ പാസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ലൂണയിലാണ് ഞങ്ങള് ഇവിടെ താമസിച്ചുകൊണ്ട് ധർമ്മന്തിയില് 60 കിലോമീറ്റർ ദൂരത്തില് ഞങ്ങള് വേല ചെയ്യാനും പല ഗ്രാമങ്ങളിലൊക്കെ ലൂണയിൽ ഞങ്ങള് വേല ചെയ്യാൻ തുടങ്ങി, രണ്ടുപേരും കൂടെ. അങ്ങനെ ഇവിടെയും പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് ചില ആത്മാക്കള് രോഗസൗഖ്യവും അത്ഭുത വിടുതലും ഉണ്ടായി. അങ്ങനെ ചിലര് ഇവിടെയും കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഇവിടുത്തെ പ്രാർത്ഥന ഞായറാഴ്ചയും അവിടുത്തെ പ്രാർത്ഥന ശനിയാഴ്ചയും വെച്ചു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് പ്രാർത്ഥന ഇവിടെ തുടർന്നു. ഇവിടെയും സഭ വളരാൻ തുടങ്ങി. പിന്നെ കർത്താവ് വഴി തുറക്കിയ ഒരു ഹാളിന് വേണ്ടി ഞങ്ങള് കല്യാണം കഴിഞ്ഞ് മിച്ചം വന്ന് കുറച്ച് പൈസ മിച്ചം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 67,000 കൂടുതൽ മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന് ഇവിടെ പ്ലാസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, 2 മുറിയുള്ളായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പണി തുടങ്ങി. അങ്ങനെ വിശ്വാസത്തിൽ പണി തുടങ്ങി.
ഒരു ചെറിയൊരു ഹാള് ഫ്രണ്ട് സൈഡിൽ ഉണ്ടാക്കി അത് തീർക്കാൻ പറ്റിയില്ല. അപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കർത്താവ് അത്ഭുതകരമായ വഴി കർത്താവ് തുറന്ന് അത് ഹാള് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ സഭ വളർന്നു വരാൻ തുടങ്ങി. എന്നിട്ട് ഈ കിടന്ന ചെറിയൊരു ഹാളാണ്. അപ്പോ ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു വിശ്വാസിയുടെ പരിചയത്തിലുള്ള ഒരു ഒരു സഹോദരിയുടെ അമ്മ ഇവിടുന്ന് 70 കിലോമീറ്റർ ദൂരത്തില് ഗ്രാമത്തില് സുഖമില്ലാതെ കിടക്കുക. പാസ്റ്ററിനെ അവിടെ കടന്നു വരാമെന്ന് ചോദിച്ചു. നമ്മൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഗ്രാമത്തിൽ ഒരു വഴി തുറക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ വന്ന് പറയുന്നത്. വളരെ സന്തോഷമായി. അപ്പോൾ അതിനു മുമ്പ് കർത്താവ് നമുക്ക് ഒരു 4 വീലർ, ഒരു ഓമിനി വാൻ അത്ഭുതകരമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് നൽകിയായിരുന്നു. ഒരു ദിവസം വെള്ളിയാഴ്ച ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരുമ്പോൾ ഒരു ദൈവാസം വന്നു. നേരത്തെ ഞങ്ങളുടെ പേരൊക്കെ ചോദിച്ചായിരുന്നു, എന്തിനാണെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മുടെ പേരില് വണ്ടിയൊക്കെ എടുത്ത് ഒരു വണ്ടിയിൽ അദ്ദേഹവും വന്നു, ഒരു വണ്ടിയിൽ ഒരു പുതിയ വണ്ടിയിൽ വേറൊരു ഡ്രൈവറെ വെച്ചോളൂ. അപ്പൊ അതൊരു വെള്ളിയാഴ്ച സമയം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് ചാവി കൊണ്ടുവന്ന് കൈ വന്നിട്ട് പറഞ്ഞു, ഇത് ദൈവാത്മാവിന്റെ അടുത്ത് സംസാരിച്ചതാണ് ബ്രദറിന് തരാനായിട്ട്. അങ്ങനെ ആ ചാവി കയ്യിൽ തന്നു. ഞങ്ങള് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. വിശ്വാസികളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാസ്റ്ററിന് ഒരു വണ്ടി കൊടുക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ പുതിയൊരു വണ്ടി നമ്മുടെ കയ്യിൽ വന്നു. അങ്ങനെ ആ ദൈവദാസന് പറഞ്ഞു, എൻ്റെ അടുത്ത് പല സമയങ്ങളും ഇങ്ങനെ സംസാരിച്ചു, പക്ഷെ ഞാൻ പല സമയത്തും കേട്ടില്ല. എന്നിട്ട് ആ ദൈവദാസനോട് പറഞ്ഞു, ഈ ഛത്തീസ്ഗഡിൽ തന്നെ വേല ചെയ്യുന്ന ഒരു ദേവാസനോട് പറഞ്ഞു 40 ദിവസം ഉപവസിക്കണമെന്ന്. അപ്പം മനസ്സിലായി ഇത് കൊടുക്കണം. അങ്ങനെ ആ 3 ലക്ഷം രൂപയുള്ള പുതിയ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ ഇത് കേൾക്കുന്നതൊക്കെ പറഞ്ഞു, കർത്താവിന്റെ നീതിയാണ് ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ആവശ്യമായ എല്ലാം കർത്താവ് നൽകുമെന്ന് മറ്റുള്ള പാസ്റ്റർമാരും പറയാൻ തുടങ്ങി. അങ്ങനെ ആ വണ്ടിയിലാണ് ഞങ്ങൾ 8 പേര്, 4 പേര് വിശ്വാസിയും 4 പേര് അവരുടെ റിലേഷനുള്ള 8 പേര്. എനിക്ക് നല്ലപോലെ ഓടിക്കാനും അറിയത്തില്ല. ഈ വണ്ടിയിലാണ് ഞാൻ പഠിച്ചത്. 1 മാസം കണ്ടേ ആയിട്ടുള്ളൂ. ആ വണ്ടി ശരിയായിട്ട് ഓടിക്കാനും എനിക്കറിയത്തില്ല, ഞാൻ ഓടിച്ചോണ്ട് പോകും. അങ്ങനെ ആ വണ്ടിയായിട്ട് പോയി. അങ്ങനെ ആ വണ്ടിയിലൂടെ പോയി വലിയൊരു അത്ഭുതത്തോടെ പ്രവർത്തിച്ചു കർത്താവ്. അപ്പൊ ആ അമ്മ, സഹോദരി, ഞങ്ങളെ കൊണ്ടുപോയ സഹോദരിയുടെ അമ്മ, അവര് ഇഷ്ടിക കമ്പനി ജോലി ചെയ്യാൻ നിന്നായിരുന്നു. അങ്ങനെ അറിഞ്ഞ് ഇവിടെ പ്രാർത്ഥനയിലൂടെ ദൈവം സൗഖ്യമാക്കും. അങ്ങനെ അവിടെ കൊണ്ടുപോയി അവരുടെ 4 പേര്, ഞങ്ങളുടെ 4 പേര് വിശ്വാസികൾ കൊണ്ടുപോയി. 15 വർഷമായിട്ട് കാല് നിലത്ത് തൊട്ടിട്ടില്ല. ഭർത്താവാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ വിശ്വാസത്തിൽ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷപാതക്കാരനെ 4 പേര് കൊണ്ടുവന്ന് ആ വചനം പറയാൻ കർത്താവിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചു. ആ വചനം പറഞ്ഞതിന് ശേഷം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു, ആ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു, ഈ അമ്മച്ചിയെ സൗഖ്യമാക്കുവാൻ സർവശക്തനാണ് എന്ന് പറഞ്ഞു വിശ്വാസത്തിൽ എഴുന്നേൽപ്പിച്ചപ്പോ അല്ല, 15 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കാല് നിലത്ത് തൊട്ടു. അങ്ങനെ വലിയൊരു അത്ഭുതം അവിടെ കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഈ സൗഖ്യമാക്കുവാണെങ്കിൽ ഗ്രാമം മൊത്തം വിശ്വസിക്കുന്നൊക്കെ അവിടെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ അത്ഭുതകരമായിട്ട് ആ വണ്ടി തന്നെ മകള് ഞങ്ങളുടെ അടുത്താ ജോലി ചെയ്യുന്നത്. 4 കിലോമീറ്റർ ദൂരത്തിലാണ് ഇഷ്ടികയൊക്കെ ജോലി. അപ്പൊ അവിടെ കൊണ്ടുവന്നു, അമ്മച്ചിയെ ഇനി കൊണ്ടുവന്നു, ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്നു. പിന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ വന്നു. ഞായറാഴ്ച പ്രാർത്ഥനയില് ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, ഈ അമ്മ അന്ന് വടി കുത്തി നടക്കുമായിരുന്നു. വടിയില്ലാതെ തന്നെത്താനെ കടന്നു വന്ന്, ഞാന് പുൽപ്പിറ്റിലായിരിക്കുന്ന അവിടെ ഓഫറിംഗ് ഡബ്ബ അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുവന്ന് പൈസ ഇടുമെന്ന് പറഞ്ഞു. ഒരു വടിയും ഒരു സഹായം ഇല്ലാതെ വടി ഇടും, പൈസ ഓഫറിങ് അമ്മച്ചി അവിടെ വന്ന് ഇടുമെന്ന് പറഞ്ഞു. അതങ്ങ് ഏറ്റെടുത്തു. അവിടുന്ന് ഓടി വന്ന് ഓഫറിങ് ഇട്ട് അന്ന് മുതല് 15 വർഷം കിടക്കയിലായിരുന്ന കിലോമീറ്റർ നടക്കാൻ, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, കിലോമീറ്റർ നടക്കാനും അങ്ങനെ വലിയൊരു ആരോഗ്യം, വലിയ അത്ഭുതം നടന്നു. അപ്പൊ ഈ അമ്മച്ചിയുടെ ഭർത്താവ് ഒരു മന്ത്രവാദിയാ ഗ്രാമത്തിൽ. അപ്പം അദ്ദേഹത്തിന്റെ അടുത്താണ് ചുറ്റുമുള്ള ആൾക്കാർ ചെല്ലുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കോണ്ടാക്റ്റിലുള്ള 4 ചുറ്റുമുള്ള എല്ലാ സീരിയസ് പേഷ്യൻസിനും
2 വണ്ടി ബുക്ക് ചെയ്തിട്ട് അടുത്ത ഞായറാഴ്ച മൊത്തം സഭയിലേക്ക് കൊണ്ടുവരുമായിരുന്നു, കിടത്തുമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ പുതിയ ഹാളാ, വിശ്വാസത്തിൽ ഉണ്ടാക്കിയ പുതിയ ഹാളില്ല, സ്ഥലവും ഇല്ല. ഇപ്പോ 2 വണ്ടി ബുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ സ്വന്തം ഭാര്യയ്ക്ക് അത്ഭുത വിടുതൽ കണ്ട് വലിയ വിശ്വാസം അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം പരിചയമുള്ള എല്ലായിടത്തും ഫോൺ ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഭാര്യ നിങ്ങൾക്കറിയാമല്ലോ 15 വർഷമായിട്ട് കിടക്കലായിരുന്നു, അത് അത്ഭുതകരമായിട്ട് നടക്കുന്നു എന്ന് അദ്ദേഹം തന്നെ എല്ലാം സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ചുറ്റുപാടുള്ള ഗ്രാമത്തിൽ നിന്ന് എല്ലാ സീരിയസ് പേഷ്യൻസിനെ എല്ലാം ബുക്ക് ചെയ്തിട്ട് 2 വണ്ടി നിറച്ചിട്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത പേഷ്യൻസിനെ കൊണ്ട് സഭയിൽ കിടത്താൻ തുടങ്ങി. അങ്ങനെ ഒരു തളർവാദം വന്ന ഒരു അമ്മച്ചി ഇവരുടെ ഗ്രാമത്തിൽ നിന്ന് തന്നെ വന്ന് യേശു ക്രിസ്തു അമ്മയെ സൗഖ്യമാക്കുന്നു, കൈ പൊക്കാൻ പറഞ്ഞു, വിശ്വാസത്തിൽ പറഞ്ഞു. അപ്പൊ അമ്മ ആദ്യമായിട്ടാ തളർവാദം വന്ന കൈ പൊക്കാൻ. അങ്ങനെ ആ അമ്മയ്ക്കും അവിടെ സൗഖ്യമായി. കടന്നു വന്ന ചിലർക്കൊക്കെ കർത്താവ് സൗഖ്യം നൽകി. അങ്ങനെ അവർ പറഞ്ഞു, ആ ഗ്രാമത്തിലുള്ള ആൾക്കാര്, മോൻ അവിടുത്തെ മൈക്ക് സെറ്റ്, അവരുടെ സമിതിയുടെ മൈക്ക് സെറ്റൊക്കെ അവരുടെ വീട്ടിലാണ് വെച്ചിരിക്കും. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്രിസ്ത്യൻ പാട്ട്, യേശുക്രിസ്തുവിന്റെ പാട്ട് വല്ലതും ഉണ്ടെങ്കിൽ തരാമെങ്കിൽ ഞാൻ എന്നും റെക്കോർഡ് ഇടാം, ലൗഡ് സ്പീക്കർ വെച്ചിട്ട് റെക്കോർഡ് ഇടാം മോൻ തന്നെ പറഞ്ഞു. ഞങ്ങളിപ്പോ ഒരു CD കൊണ്ട് കൊടുത്തു, അത് ഇടാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം നടത്താമെങ്കിൽ ഇവിടെ ഞങ്ങള് സ്റ്റേജ് ഒരുക്കി തരാം, നിങ്ങൾ ഈ ഗ്രാമത്തിൽ പ്രോഗ്രാം നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. വളരെ സന്തോഷമായിട്ട് അങ്ങനെ ഒരു ടീമിനെ കൊണ്ടുവന്നിട്ട് യേശുക്രിസ്തുവിന്റെ ജനനം വളരെ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്ന കവാലി ഒരു കവാലി ടീമിനെ കൊണ്ടുവന്നു, പണ്ടുവാണി ടീമിനെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളൊരു വണ്ടിയിൽ, ഈ വണ്ടി തന്നെ, ഈ പുതിയ വണ്ടി തന്നെ ഞങ്ങളവിടെ പോയി. രാത്രിയില്ല പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അവര് സ്റ്റേജും ലൈറ്റും എല്ലാം അവർ അറേഞ്ച് ചെയ്തു, ലൗഡ് സ്പീക്കറും എല്ലാ ഗ്രാമവും കേൾക്കത്തക്ക രീതിയിൽ ലൗഡ് സ്പീക്കർ അവർ തന്നെ എല്ലാം ചെയ്തു. അങ്ങനെ അവിടെ സുവിശേഷം അറിയിച്ചു. ആ നടക്കുന്ന അമ്മ അവിടെ സൈഡിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഈ സൗഖ്യമാക്കിയ യേശുക്രിസ്തു നിങ്ങളെയും സൗഖ്യമാക്കും, ആ ജീവിക്കുന്ന ദൈവമാണ്. അങ്ങനെ സുവിശേഷം പറഞ്ഞ് അവിടെ കുറെ ബണ്ടിലുകൾ പുതിയ നിയമം കൊണ്ടുപോയിരുന്നു, അതെല്ലാം അവിടെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ വിശ്വാസി ആ ഗ്രാമത്തിലെ ഈ സൗഖ്യമായ ഈ അമ്മച്ചിയെ സ്നാനപ്പെടുത്തി. തല മുതൽ 15 വർഷം കിടക്കയിലായിരുന്നുകൊണ്ട് ജഡയായിരുന്നു, സുമയാണ് ആ ജഡയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവരെ സൗഖ്യം. അങ്ങനെയാണ് ആ ഗ്രാമത്തിലെ ആദ്യത്തെ വിശ്വാസിത്വം. അങ്ങനെ ആ ഗ്രാമം വഴി വേറെ സ്ഥലത്തും വരാൻ പറ്റുമെന്ന് അവര് തന്നെ ചോദിച്ചു. അങ്ങനെ പല സ്ഥലത്തിലും കൊണ്ടുപോയി അവര് തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അവര് തന്നെ സ്റ്റേജ് നമുക്ക് ഒരുക്കി പ്രസംഗിക്കാനുള്ള അവസരം അവര് തന്നെ യേശുവിനെ കുറിച്ച് അങ്ങനെ അവര് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ അത്ഭുതമായിട്ട് വളരെ സന്തോഷമായിട്ട് പോവുമായിരുന്നു. പിന്നെ ഗ്രാമത്തിൽ ചിലര് എതിർപ്പും വരാൻ തുടങ്ങി. പക്ഷെ ഈ സ്പഷ്ടമായിട്ടുള്ള അടയാളം നടന്നുകൊണ്ട് പലർക്കുള്ളിൽ ഒരു പേടിയുണ്ട്, നമ്മളെ ഉപദ്രവിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം പറഞ്ഞ ഈ മന്ത്രവാദിയുടെ അമ്മ സൗഖ്യമാക്കിയത് പിന്നെ അവരങ്ങ് തിരിഞ്ഞിട്ട് പറഞ്ഞ് പാസ്റ്ററെ ഉപദ്രവിക്കണം. ആ ഗ്രാമം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിമിനൽ ഗ്രാമമാണ്. അങ്ങനെ ഇവര് എൻ്റെ അടുത്ത് 60 തന്നു. പാസ്റ്ററെ ഉപദ്രവിക്കാനുള്ള പ്ലാനിങ് ആണ് ഇവരെ ഗ്രാമക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിൽ പോകാൻ പല വഴികളുണ്ട്. അപ്പൊ ഒരു റോഡിൽ പോകുന്ന വഴി ആയിരിക്കത്തില്ല അടുത്ത ആഴ്ച പോകുന്നത്. അങ്ങനെ അവിടെ പോകാൻ തുടങ്ങി. ഈ സൗഖ്യമായ ഈ അമ്മ വന്നതുകൊണ്ട് അങ്ങനെ പിന്നെ അവരുടെ ഒരു മോന് ഒരു ഭൂതം പിടിച്ച്, ആ ഭൂതം ഒരിടത്തും വിട്ടുമാറുന്നില്ല. അവരങ്ങ് റിബല്യസ് ആയി, പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്നുമില്ല. അവരെ ഒരു മന്ത്രവാദത്തിന്റെ ഒരു തകിട് കെട്ടിച്ച ആ മോനൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതായിരുന്നു. ഇവരങ്ങ് റിബല്യസ് ആയി, ആ മകന്റെ ഭൂതം വിട്ടുമാറുന്നില്ല. പല മന്ത്രവാദികളെയും കൊണ്ടുവരാൻ തുടങ്ങി. നമ്മൾ പ്രാർത്ഥന നടത്തുന്ന സമയത്തും കൊണ്ടുവരുമായിരുന്നു. മന്ത്രവാദികൾ അവിടെ ഇരിപ്പുണ്ടാവും. അപ്പൊ അവര് പിന്നെ പറഞ്ഞു കൊടുത്ത് ഇവര് പ്രാർത്ഥിക്കുന്നോണ്ടാണ്, പ്രാർത്ഥന ഇവിടെ നടത്തുന്നോണ്ടാണ് ഈ ഭൂതം വിട്ടുമാറാത്തത്. അങ്ങനെ പറഞ്ഞു. അവന് സ്കൂളിൽ പോകാൻ വയ്യ, വളരെ അസ്വസ്ഥത പയ്യന്. അങ്ങനെയാണ് സ്നേഹത്തോട് ആ പയ്യന്റെ വല്യപ്പച്ചൻ
സ്നേഹത്തോട് കൊണ്ടുപോയി ഇവിടെ നടത്താൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് വേറെ അങ്ങനെ റോഡ് വരെ കൊണ്ടുവിട്ടിട്ട് ഇനിയും വരല്ലേ എന്ന് പറഞ്ഞത്. അവർക്ക് ഉള്ളിലൊരു പേടിയുണ്ട്. എന്നാലും അവിടെ നടത്താൻ അവരെല്ലാം കൂടെ ബാക്കിയുള്ളവരെല്ലാം അവരെ തിരിച്ച് മന്ത്രവാദികളെല്ലാം കൂടെ പറഞ്ഞു ഇവിടെ പ്രാർത്ഥന നടത്തരുതെന്ന്. അങ്ങനെ ഒരു ദിവസം ഇവരെ ഉപദ്രവിക്കാനായിട്ട്, ഈ അമ്മയുടെ വിശ്വാസം വീണ്ടും നിലനിൽക്കുന്നതുകൊണ്ട് ഇവരെ ഉപദ്രവിക്കാനായിട്ട് കരാർ കൊടുത്തു വേറുള്ളവർ. അങ്ങനെ രാത്രിയിൽ കള്ളന്മാര് വന്നെന്നും പറഞ്ഞ് ഇവരെ ശരീരം മൊത്തം ഉപദ്രവിച്ച് നാക്ക് വെളി വന്ന് മരിച്ചെന്നും പറഞ്ഞവർ വിട്ടു. അപ്പം രാവിലെ വരെ കിടക്ക് ചെറിയൊരു ശ്വാസമുള്ള, ആരും കൊണ്ടുവന്നില്ല. അപ്പം മറ്റുള്ള ആരാണ്ട് പറഞ്ഞവരെ ആശുപത്രി കൊണ്ടുപോകണം. അങ്ങനെ ഇങ്ങനെ തളർന്നു കിടക്കുന്ന നാക്ക് വെളി എന്ന അമ്മയെ കൊണ്ടുപോകാനായിട്ട് പോയപ്പോൾ അവരുടെ ഒരു ജീവൻ വന്നു. അങ്ങനെ അവര് പറയുന്നത് മരിച്ച് ജീവിച്ചാന്നൊക്കെയാണ് അവിടെ വിശ്വാസികൾ പറയുന്നത്. അങ്ങനെ അവർക്ക് അത്ഭുതകരമായ, പിന്നെ അവരെ കാണാനും നമ്മളെ ഉപദ്രവിക്കുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അവിടെ പോകാനും പറ്റത്തില്ല. അപ്പൊ അയലത്ത് വീട്ടില് വിശ്വാസത്തിൽ വന്നവരുണ്ട്. അപ്പൊ ഇവരിങ്ങനെ തളർന്ന് വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് നടന്ന് വരുമ്പോൾ ഇവർക്ക് ചില ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വിശ്വാസിയുടെ കൊടുത്ത് ഈ അമ്മയ്ക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ അവിടുത്തെ ആ പ്രാർത്ഥന കടന്നുപോയ അവിടെ ഒരു ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹാളുണ്ട്. ഈ ദോന്തേ കലയെന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും ഒരു ആരാധന കൂട്ടം. ഇങ്ങനെ പല ഗ്രാമങ്ങളില് ആദ്യത്തെ വിശ്വാസിയെ സ്നാനപ്പെടുത്തുവാനുള്ള അവസരം കർത്താവ് നൽകി. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട എന്ന് പറയുന്നത് ആദ്യത്തെ വിശ്വാസിയെ സ്നാനപ്പെടുത്തുക ഒരു ഗ്രാമത്തിൽ. ആ ദർശനം വെച്ചാണ് തുടങ്ങുന്നത്. ആദ്യത്തെ വിശ്വാസിയെ സ്നാനപ്പെടുത്തുന്നുള്ള ആ ദർശനം വെച്ച് വളരെ സന്തോഷമാണ് എനിക്ക്. ആദ്യം ഒരു ഗ്രാമത്തിൽ ആദ്യത്തെ വിശ്വാസിയെ സ്നാനപ്പെടുത്തുക. ഈ ദർശനം വെച്ച് തുടങ്ങിയപ്പോൾ കർത്താവ് കൂടെ ഇരിക്കുകയും അത്ഭുതത്തിലൂടെ അടയാളത്തിലൂടെയും പല ഗ്രാമങ്ങളെ തുറക്കുവാനും, അങ്ങനെ പല ഗ്രാമങ്ങളില് ഇന്ന് കൂട്ടായ്മ ഉണ്ടാകുവാനും കർത്താവ് സഹായിച്ചു. ചിലയിടത്തൊന്നും നമ്മൾ എത്തിപ്പറ്റാത്ത പലർക്കു വേണ്ടിയും വഴി തുറന്നു. ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ലഭിക്കുവാനിടയായി. അങ്ങനെ ദൈവത്തിന്റെ വേല വ്യാപരിക്കാൻ തുടങ്ങി. പല ഗ്രാമങ്ങളിലെ വിശ്വാസികളെ, ആദ്യത്തെ വിശ്വാസിയെ സ്നാനപ്പെടുത്താനുള്ള സൗഭാഗ്യം കർത്താവ് ലഭിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരു വിശ്വാസി പോലും ഇല്ലാത്ത ഗ്രാമത്തിലെ ആദ്യത്തെ വിശ്വാസിയെ സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ആ ഒരു ദർശനം വെച്ചാണ് വേല തുടങ്ങിയത്. എല്ലാ ഗ്രാമത്തിലും വിശ്വാസികളുണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഒരു വിശ്വാസിയെങ്കിലും ഒരു ഗ്രാമത്തിൽ ഉണ്ടാവണമെന്ന് എന്നും 6 ലക്ഷം ഗ്രാമം ഭാരതത്തിലെ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും. അങ്ങനെ ഛത്തീസ്ഗഡില് 20,000 ശിഷ്ടം ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമത്തിലെല്ലാം വിശ്വാസികൾ വേണം എന്നുള്ള ആ കാഴ്ചപ്പാടോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതകരമായി, അത്ഭുതത്തിലൂടെ അടയാളത്തിലൂടെയും സുവിശേഷത്തിലൂടെയും അത്ഭുതകരമായി കർത്താവ് വഴി തുറക്കുവാൻ തുടങ്ങി. അങ്ങനെ പല ഗ്രാമങ്ങളില് പ്രാർത്ഥന തുടങ്ങുവാനുള്ള സാവകാശം ലഭിച്ചു. അത്ഭുത വഴികൾ തുറന്നു. അങ്ങനെ അത്ഭുതങ്ങൾ നടന്ന, അങ്ങനെ അവരൊക്കെയാണ് അവിടുത്തെ ഗ്രാമത്തിലെ ആദ്യത്തെ വിശ്വാസികൾ. അങ്ങനെ അത്ഭുതം നടന്നുകൊണ്ട് അവർ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട്. ഒരു വിശ്വാസി മറ്റുള്ളവരോട് ചേർന്ന് അവരെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിക്കും. എന്നാലും അവരനുഭവിച്ച അനുഭവം കൊണ്ട് കഷ്ടം സഹിച്ചും അവര് വിശ്വാസത്തില് നിലനിൽക്കുന്നു. അങ്ങനെ പല ഗ്രാമത്തിൽ വഴി തുറക്കാൻ തുടങ്ങി. ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ പല ഗ്രാമങ്ങളിലും വഴി തുറക്കാൻ, ആ തുറന്ന ഗ്രാമത്തിൽ പോകാൻ പറ്റുന്ന ഗ്രാമത്തിലൊക്കെ നമ്മൾ പോകാൻ തുടങ്ങി. അങ്ങനെ ബാക്കിയുള്ളത് പുതിയ വേല തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് വേല ലഭിക്കുക. അങ്ങനെ ഛത്തീസ്ഗഡിൽ പല സ്ഥലത്തും വേല തുടങ്ങി. അനേകരെ വേലയിലേക്ക് തയ്യാറാക്കുന്നുള്ള ഒരു ദർശനവും കർത്താവ് ലഭിച്ചു. കർത്താവ് തന്നിരുന്നു. അതനുസരിച്ച് ചിലരെയൊക്കെ ട്രെയിനിങ് കൊടുത്ത് അവരെ പ്രിപ്പയർ ചെയ്ത്, ഒരു ചെറിയ ട്രെയിനിങ്, ഗേൾസിന്റെയും ബോയ്സിന്റെയും ഒക്കെ ഒരു ട്രെയിനിങ് ഞങ്ങൾ തുടങ്ങി. ഇവിടെ തന്നെ തുടങ്ങി. അങ്ങനെ 1 വർഷം അവരെ ട്രെയിൻ ചെയ്ത് അവരെ വേലയിലേക്ക് തയ്യാറാക്കാൻ തുടങ്ങി. പിന്നെ ബൈബിൾ കോളേജിലും അനേകരെ വീണ്ടും തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ഒരു ദർശനം ലഭിച്ചു. അങ്ങനെ ബൈബിൾ കോളേജിലും പഠിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. അരോമ ബൈബിൾ കോളേജ് ദന്തരിയില് ബൈബിൾ ടീച്ചറായിട്ട് അവിടെ അവസരം ലഭിച്ചു.
പിന്നെ SDB എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെന്ററിൽ പഠിപ്പിക്കാൻ അവസരം ലഭിച്ചു. മിഷൻ 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 ഇന്ത്യയുടെ ഒരു ട്രെയിനിങ് സെന്റർ ഇവിടെ ഛത്തീസ്ഗഡിലുണ്ട്, അവിടെ പഠിപ്പിക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെ പലയിടത്തും ഈ ദർശനം എല്ലാ സ്ഥലങ്ങളിലും വിശ്വാസികൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്ന് ഈ പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള മിഷൻ ചലഞ്ച് അവരെ കൊടുക്കുവാനിടയിൽ അങ്ങനെ പലരെ വേലയിലേക്ക് തയ്യാറാക്കി. അങ്ങനെ പലരും ഇന്ന് ദൈവവേലയിലായിരിക്കുന്നു. അവർ പല സ്ഥലത്ത് അവര് വേല ചെയ്യുന്നു. ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഒരു ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് ജോലി ചെയ്യാനായിട്ട് 100 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഒരു സഹോദരൻ ജോലി ചെയ്യാനായിട്ട് കടന്നു വന്നു. അദ്ദേഹത്തിന് നേരത്തെ ഒരു ഭാര്യ സുഖമില്ലാതെ എവിടെ കൊണ്ടുപോയി സൗഖ്യമൊക്കെ പ്രാപിച്ചായിരുന്നു. അങ്ങനെ കടന്നു ചെല്ലുന്ന സ്ഥലത്തും പ്രാർത്ഥന എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഞങ്ങളുടെ ചർച്ച് കണ്ടെത്തി, ഈ ദോന്തക്കല്ലയിലുള്ള ചർച്ച്. അങ്ങനെ ആദ്യം വന്നപ്പോ ഒരു മുറുക്കാൻ മുറുക്കിയാ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമക്കള് ഇങ്ങനൊന്നും മുറുക്കാനൊന്നും മുറുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതെല്ലാം ഉപേക്ഷിച്ച് 2ാമത്തെ ആഴ്ചയിൽ മുറുക്കാനെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ ചിലപ്പോൾ താമസിച്ചു അവർക്ക് ബൈബിൾ സ്റ്റഡിയൊക്കെ കൊടുക്കുകയും അദ്ദേഹത്തിനൊരു ഇൻട്രസ്റ്റ് കണ്ടു. മറ്റുള്ളവരെയൊക്കെ പ്രാർത്ഥനയിലേക്ക്, അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലരെയൊക്കെ അവര് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വേലയിലുള്ള ഒരു വിളിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചു. അവരെ ആത്മീയമായിട്ട് വളർത്തി. വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത ഒരു സഹോദരനായിരുന്നു. അതിൽ ആത്മാവിനെ നേടുവാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ വളർത്തിക്കൊണ്ട് വന്നു. എന്നിട്ട് ഇവിടുത്തെ കോളേജിലെ പണി തീർന്നു കഴിഞ്ഞിട്ട് സ്വന്തം സ്ഥലത്തേക്ക് പോയി. അവിടെ അദ്ദേഹത്തിന് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. 5 മണി വരെ ജോലി ചെയ്തിട്ട്, ജോലി കഴിഞ്ഞിട്ട് സൈക്കിളുമായിട്ട് ചുറ്റുപാടുള്ള ഗ്രാമത്തിലൊക്കെ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അങ്ങനെ സുവിശേഷം അറിയിച്ചപ്പോൾ ഒരു 15,000 രൂപ എങ്ങനെയോ ഒത്തു. അപ്പൊ 2 കാര്യം, അദ്ദേഹത്തിന് 8 വർഷത്തിൽ കൂടുതലായി വിവാഹം കഴിച്ചിട്ട് മക്കളില്ല. അപ്പൊ ഭാര്യയെ ട്രീറ്റ് ചെയ്യണമെന്ന് ഒരു കാര്യം മനസ്സിൽ വന്നു. വണ്ടി വാങ്ങിച്ച് വേല ചെയ്യണം. അപ്പൊ പിന്നെ അദ്ദേഹം ഒരു വചനത്തിലൂടെ സംസാരിച്ചു. മുന്നമേ ദൈവത്തിന്റെ രാജ്യം നീതി അന്വേഷിച്ചു, ഇതോടൊപ്പം സകലവും നിനക്ക് ലഭിക്കും എന്നുള്ള വചനം മത്തായിയുടെ സുവിശേഷം 6:31 സംസാരിച്ചു. അങ്ങനെ വേലയ്ക്ക് വേണ്ടി 15,000 രൂപ എടുത്തൊരു വണ്ടി എടുത്തു. സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആള് വണ്ടിയിൽ എല്ലായിടത്തും പോകാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരം ജോലി ചെയ്ത് കഴിഞ്ഞ് പിന്നെ മോട്ടോർ സൈക്കിൾ എടുത്ത് ചുറ്റുപാടുള്ള ഗ്രാമങ്ങളിലൊക്കെ വേല അങ്ങനെ അത്ഭുതകരമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അത്ഭുത രോഗസൗഖ്യമൊക്കെ പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ പുതിയ വഴികൾ തുറക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം വേല ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ വചനം അനുസരിച്ച് രാജ്യനീതി ആ വചനത്തില് ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹത്തിന് 8 വർഷത്തിന് ശേഷം ദൈവം ഒരു കുഞ്ഞിനെ നൽകി, ഒരു ആൺകുഞ്ഞിനെ. അതിനെ യാബേസ് എന്ന് പേര്. അങ്ങനെ അദ്ദേഹത്തിന് ദൈവവേലയ്ക്ക് വേണ്ടി മുഖ്യ സ്ഥാനം കൊടുത്തപ്പോൾ രാജ്യവും നീതിയും പല അന്വേഷിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് നൽകിക്കൊള്ളും എന്നുള്ള ആ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ച് അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പുത്രനെ ദാനമായിട്ട് നൽകി. പിന്നെ വേല വളർന്നു വന്നു. പല ചെറുപ്പക്കാരെയും വേലയിലേക്ക് തയ്യാറാക്കാൻ തുടങ്ങി. ഇന്ന് 8 ചർച്ചുകൾ അദ്ദേഹം സ്ഥാപിച്ചു. 8 വേലയുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പ്രെയർ ഹാൾ ഉണ്ടാക്കാനുള്ള ഒരു അത്ഭുത വഴി തുടങ്ങി. ഒരിക്കലും ഒരു ഫോൺ വന്നു. ഞങ്ങള് ഇവിടുത്തെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഷെഡ് ഉണ്ടാക്കി. ആ ഷെഡിലാണ് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഫോൺ വന്നു, 1 ലക്ഷം രൂപ കർത്താവ് ഭവനം ഉണ്ടാക്കാനായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇപ്പം നമ്മള് ഈ ഷെഡ് പൊളിച്ചു കഴിഞ്ഞ് പിന്നെ ഭവനം ഉണ്ടാക്കിയാൽ ലക്ഷങ്ങളുടെ ഇതുണ്ട്. നമ്മുടെ ഇവിടുന്ന് ആത്മീയമായിട്ട് വളർന്ന ഒരു സഹോദരൻ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഒരു പ്രെയർ ഹാൾ പോലും ഇല്ല, വീടുകളിലാണ് ആരാധിക്കുന്നത്. 8 കൂട്ടായ്മയുണ്ട്. അപ്പം അത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ അവര് താല്പര്യപ്പെട്ടു. അവർ 1 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞത് 1.5 ലക്ഷം കൊടുക്കും. അങ്ങനെ ഒരു സ്ഥലത്ത്, ഗ്രാമത്തിൽ നിന്ന് ഒഴിഞ്ഞ് നല്ലൊരു സ്ഥലത്ത് അവർ 2.5 സെന്റ് സ്ഥലം ലഭിച്ചു. അങ്ങനെ ഒരു പ്രെയർ ഹാളിന്റെ പണി വിശ്വാസത്തിൽ അവർ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ പ്രെയർ ഹാളിന്റെ
ഇനോഗ്രേഷൻ ഈ മാസം അവിടെ നടന്നു. ഞങ്ങളെ അവിടെ വിളിക്കുകയുണ്ടായി. വളരെ സന്തോഷം. ഇനോഗ്രേഷൻ 3 ദിവസമായിട്ടാണ് നടന്നത്. അതായത് അവരിപ്പോ 8-9 ചർച്ചായി. അപ്പം 3 ചർച്ച് ഒരു ദിവസം വിളിക്കും. കാരണം സഭയിൽ എല്ലാവരോടെ വിളിച്ചാൽ ഇരിക്കാൻ ആളില്ല, പ്രയർ ഹാളിൽ. ഇങ്ങനെ 3 ദിവസം ഒരു സഭ, ഒരു ദിവസം 3 സഭയെ വിളിച്ച് അവിടെ ഒരു കൂട്ടായ്മ എടുത്ത് ആ 3 ദിവസം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ അവിടെ വിളിച്ചിരുന്നു. അപ്പം അങ്ങനെ 2-ാമത്തെ ദിവസം വീണ്ടും 3 ചർച്ചിനെ വിളിക്കും. പിന്നെ 3-ാമത്തെ ദിവസം അങ്ങനെ അവന് 3 ഇനാഗ്രേഷൻ പുറം 3 ദിവസമായിട്ട് അവിടെ നടത്തും. അങ്ങനെ എല്ലാ സഭകളിലെ ആൾക്കാർ വളരെ സന്തോഷമായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു സഭ, ഒരു പ്രയർ ഹാൾ ഉണ്ടാക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ അവരെ, വലിയ പഠിപ്പില്ലാത്തവരെ ദൈവം അവരുടെ കരങ്ങളിലെടുത്ത്, ദൈവത്തിന്റെ കരങ്ങളിലെടുത്ത് അവരെ ഉപയോഗിക്കുന്നു. നമ്മൾ പല സമയത്തും ഈ വചനമാണ് സംസാരിക്കുന്നത്. മർക്കോസിന്റെ ശേഷം 11 കഴുതെ, രാജാവായ കർത്താവ് കഴുതെ തെരഞ്ഞെടുത്തതിന്റെ, ആ കഴുതപ്പുറത്ത് സഞ്ചരിക്കുവാൻ കഴുതെ തെരഞ്ഞെടുത്ത പോലെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ രാജാതി രാജാവ്, കർത്താവ് കർത്തൻ, രക്ഷിതാവായ കർത്താവ് നമ്മളിലൂടെ പല സ്ഥലങ്ങളിലും പോകുമെന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഞങ്ങൾക്ക് വളരെ വാക്ചാതുര്യമോ കഴിവോ വചനപാണ്ഡിത്യമോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഉള്ളിൽ ഒരു ഭാരം, എല്ലാവരും കർത്താവിനെ അറിയണം. കാരണം അറിഞ്ഞ സന്തോഷം, ആത്മീയമായ സന്തോഷം, ആ സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ ഒരു വാഞ്ച ഉള്ളിൽ നിന്ന്, ആ ഒരു ആത്മാവിന്റെ ഒരു തീ പോലെ മറ്റുള്ളവരെ ഈ സത്യം അറിയിക്കണം. ഇതാണ് വേല ചെയ്യുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഛത്തീസ്ഗഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ഗ്രാമങ്ങളിലും വിശ്വാസികൾ ഉണ്ടാവണം. ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും വിശ്വാസികൾ ഉണ്ടാവണം. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഛത്തീസ്ഗഡിൽ ഇന്ന് പ്രതികൂലങ്ങൾ അനവധിയാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ റായ്പൂരിലുള്ള ഒരു പാസ്റ്ററിനെ അവിടെ ചെന്ന് വിശ്വാസികളെയൊക്കെ ഉപദ്രവിക്കുകയും 3 പേരെ ജയിലിലാക്കുകയും ചെയ്തു. ഇത് നിത്യമായ സംഭവമാണ്. ഇവിടെ ഒരു ദിവസം ഡിസംബർ 31 രാത്രിയിൽ ആരാധന നടത്തുന്നിടത്തും ക്രിസ്തീയ വിരോധികൾ 4 ചുറ്റും വളഞ്ഞു. വെളിയിലൊക്കെ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു, മോട്ടോർ സൈക്കിൾ. അതിന്റെ പാർട്സൊക്കെ കട്ട് ചെയ്തിട്ട് കത്തിച്ചിട്ട് പന്തം കത്തി. ഞങ്ങൾ നടക്കുന്ന ഷെഡില് ആരാധനയിൽ വെളിയിൽ നിന്ന് ഒരു പന്തം അകത്തോട്ട് എറിയാൻ തുടങ്ങി. അന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹം എൻ്റെ അടുത്തിരിക്കുമായിരുന്നു. അപ്പോ എറിഞ്ഞ ഒരു കല്ല് ആ ഷെഡിന്റെ തൂണി തട്ടി അത് പൊട്ടിച്ചിതറി. അപ്പൊ ആ സഹോദരനൊരു വിഷമം. അദ്ദേഹം പറഞ്ഞു, ആ കല്ല് കർത്താവിന് വേണ്ടി ഒരു ഏറ് എനിക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ആ ഏറ് കൊള്ളാതിരുന്നത് അതൊരു വിഷമം പോലെ. ഛത്തീസ്ഗഡിൽ വന്ന് വേല ചെയ്യാൻ വന്ന ആ ഒരു ഏറ് എനിക്ക് ശരീരത്തിൽ കൊണ്ടായിരുന്ന ഒരു സാക്ഷിയായിരുന്നു. അത് ഓർപ്പിക്കാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഛത്തീസ്ഗഡിൽ പോയപ്പോൾ ഏറ്. പിന്നെ ആത്മാവിൽ പ്രേരിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് ആത്മാ പ്രേരണ ഉണ്ടായി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പോകും. വളരെ ശക്തിയായിട്ട് രാത്രി 11-12 മണി ഉറക്കമൊക്കെ ഇങ്ങനെ കണ്ണി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരം. ഞങ്ങൾ എല്ലാവരും അങ്ങ് ഉണർന്ന് എഴുന്നേറ്റ് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പാട്ടുപാടി ഉച്ചത്തിൽ ആരാധിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നു. വിരോധികളെല്ലാം വെളിയിൽ ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നു. ആരാധന ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കില്ല. അവര് കല്ലെറിയുന്നുണ്ട്, പന്തം കത്തിച്ചകത്ത് എറിയുന്നുണ്ട്. ഇതെല്ലാം അവര് വീഡിയോയും പിടിക്കുന്നുണ്ട് അവര് തന്നെ. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 12 അതും കഴിഞ്ഞു. പുതിയ വർഷമായി. അങ്ങനെ അവര് തന്നെ അങ്ങ് തിരിച്ചുപോയി. അവര് കടന്നുപോയി. ഞങ്ങള് അനുഗ്രഹമായിട്ട് എല്ലാ വർഷവും നടക്കുന്നതിനെക്കാട്ടി അനുഗ്രഹമായിട്ട് അവിടെ പ്രാർത്ഥന നടന്നു. അതിപ്പോ 8 വർഷമായി അത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതുവരെയും അങ്ങനെ ആരും വന്നിട്ടില്ല. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. ഒരു പ്രാവശ്യം ഇവിടുത്തെ ഒരു സഹോദരനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ റായ്പൂരിൽ നിന്നും പലരെ കൊണ്ടുവന്നാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. വീണ്ടും ഒരു സ്വാമിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് പൈസ വയ്പ്പിക്കാൻ ഒരു സൺഡേ ആരാധനയ്ക്ക് പൈസ ഇവരുടെ അടുത്ത് ചോദിക്കാൻ ചെല്ലാൻ പറഞ്ഞു വിട്ടു. പുള്ളിക്കാരൻ
പറഞ്ഞു വിട്ടത്. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങള് ആം, ഞങ്ങള് പ്രാർത്ഥിക്കും, ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം തരാം എന്നൊക്കെ. സുമയായിരുന്നു സംസാരിച്ചത്. ഞാൻ ചർച്ച വിട്ടെല്ലാവരും ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യ സുമ അവരോട് സംസാരിച്ചു. ഇങ്ങനെ ഈ നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയ ആ സഹോദരൻ തന്നെ ഫോൺ ചെയ്തിട്ട് വേറെ പലരെയും വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിലരൊക്കെ കടന്നു വന്നപ്പോൾ അവരുടെ റിലേഷനുള്ള അയലത്തുള്ള ഒരമ്മച്ചി, ഇവരുടെ തന്നെ റിലേഷനുള്ളവർ, നിങ്ങൾ ഈ ചെറുക്കന്റെ വാക്ക് കേട്ട് എന്തിനാ അവര് ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന് കാണുന്നുണ്ട്. അവര് നല്ല നല്ല കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ഈ പയ്യന്റെ വാക്ക് കേട്ട് നിങ്ങൾ എന്തിനാന്ന് പറഞ്ഞ് അവര് തന്നെ ഇറങ്ങിയിട്ട് ഈ വന്ന വിരോധികളെല്ലാം കുറെ പേര് വന്നവര് അവര് തന്നെ അങ്ങ് പറഞ്ഞു. അങ്ങനെ ഇവര് കാണുന്നുണ്ട് ഇവിടെ എടുത്തോണ്ട് വരുന്ന രോഗികളായിട്ട് കൊണ്ടുവരുന്നവർ പിന്നെ നല്ല സൗഖ്യം. അവര് തന്നെ സാക്ഷ്യം പറയുന്ന ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ചീത്തയായിട്ടൊന്നും പറയുന്നില്ല, നമ്മുടെ ജീവിതം അവര് കണ്ടു. അങ്ങനെ ഈ ലോക്കലായിട്ട് നല്ല ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെ ഞങ്ങൾക്കെതിരായിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ നാലുചുറ്റും വിരോധം ഒരുപാടടുത്ത് നടക്കുന്നുണ്ട്. കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നു. പക്ഷെ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ഒരു ദിവസം മരിക്കണം. അത് കർത്താവിന് വേണ്ടി മരിച്ചാൽ വളരെ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ പലരെ കർത്താവിലേക്ക് നേടുവാനും ഛത്തീസ്ഗഡിൽ കർത്താവ് പല ഗ്രാമങ്ങളിലും ആദ്യത്തെ വിശ്വാസിയെ സ്നാനപ്പെടുത്താനുള്ള സൗഭാഗ്യം കർത്താവ് നൽകി. ഇന്ന് നമുക്ക് മാത്രമായിട്ട് 2 പ്രയർ ഹാളുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും പലർക്കും വേണ്ടി കർത്താവ് അത്ഭുതകരമായിട്ട് പല വേലക്കാർ പഠിച്ചിറങ്ങി വന്ന് ബൾക്കുള്ള വേലക്കാര് വേല ചെയ്യാൻ അത്ഭുതകരമായിട്ട് വഴി തുടങ്ങി. പല സ്ഥലങ്ങളിലും അങ്ങനെ കൂട്ടമായി പല ഗ്രാമങ്ങളിലും. ഇങ്ങനെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച സ്റ്റുഡൻസും പല സ്ഥലത്തും വേല ചെയ്യുന്നു. പിന്നെ നമ്മൾ തന്നെ ചിലരെ ട്രെയിനിങ് പ്രോഗ്രാമിൽ എടുത്ത് വേലയ്ക്ക് താല്പര്യമുള്ളവർക്ക് അവർക്ക് ഓൺലൈനിലൂടെ ഒരു പ്രോഗ്രാം തുടങ്ങി അവരെ ബൈബിൾ വഹിച്ച് അവരെ വേലയിലേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അത്ഭുതകരമായിട്ട് കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി. വീണ്ടും കർത്താവ് അന്ത്യത്തോളം, ഇന്നെനിക്ക് 60 വയസ്സുണ്ട്. ഞങ്ങള് ഭാര്യയ്ക്ക് ഏകദേശം എൻ്റെ പ്രായമുണ്ട്. ഞങ്ങൾ ലേറ്റ് മാര്യേജ് 39ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം നടന്നത്. ആ സമയങ്ങളിലെല്ലാം വേലയോട് മാത്രം ലക്ഷ്യം വെച്ച് അങ്ങനെ എൻ്റെ ഭാര്യ സഹോദരിയും വേലയോടുള്ള ബന്ധത്തിൽ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം ലഭിച്ചില്ല. അങ്ങനെ അതുകൊണ്ട് എൻ്റെ കൂട്ടുള്ള സമർപ്പണമുള്ള ഒരു സഹോദരിയെ 2004 വിവാഹം കഴിക്കുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ എൻ്റെ ഭാര്യയ്ക്കും അതേ ദർശനം കർത്താവിൽ ഇങ്ങനെ ആത്മാക്കളെ നേടുവാനുമുള്ള അതേ ദർശനം, ഞങ്ങൾ ഒരേ ദർശനം കൊടുത്തു. അതുപോലെ പല എതിർപ്പുകൾ വന്നാലും ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നമുക്കിവിടെ വിട്ടുപോകണം. എൻ്റെ ഭാര്യയുടെ വായിൽ നിന്ന് ഒരു വാക്കുപോലും ഇതുവരെ അങ്ങനെ പേടി നമുക്കിവിടെ നിന്ന് പോകണം, ഇവിടെ വലിയ ഉപദ്രവമുണ്ട്, ഇങ്ങനെ ഒരു വാക്കുപോലും കേട്ടു. ഇങ്ങനെ ഒരു സമർപ്പണമുള്ള ഒരു സഹോദരിയെ ഭാര്യയായിട്ട് ലഭിക്കുവാൻ സഹായിച്ചു. കർത്താവ് ഇനിയും ഈ ഛത്തീസ്ഗഡിലെ ഭാരതത്തില് പ്രവർത്തിക്കട്ടെ, എല്ലാ ഗ്രാമത്തിലും വിശ്വാസികൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ. ആമേൻ. സ്തോത്രം. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ ജോർജ് വൈദ്യൻ അവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൊല്ലം ജില്ലയിലെ തേവലക്കര ഗ്രാമത്തിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്കുള്ളതായ ആ യാത്രയും തുടർന്ന് അവിടെ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞതായ ആത്മീയ ശുശ്രൂഷയുടെ അനുഭവങ്ങളും ഒന്നൊന്നായി ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെക്കുറിച്ചും ഒക്കെ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷം എത്തിയിട്ടില്ലാത്ത അനേക ഗ്രാമങ്ങൾ ഇനിയും വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഛത്തീസ്ഗഡിലെ നിരവധി ഗ്രാമങ്ങളിൽ ഇനിയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടത്തേക്ക് ആ സുവിശേഷ ദൗത്യവുമായി ഗ്രാമങ്ങളിലേക്ക് ചെല്ലുവാൻ, ആത്മാക്കളെ വിടുവിക്കുവാൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠ പദവിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ദൈവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ വിവിധ നിലകൾ, വിവിധ ഇടങ്ങൾ, വിവിധ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസിനെയും മറ്റ് ടീം അംഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെയും അതിവിദൂരം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം അനുകൂലമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി തരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ഈ സമയം ചുരുക്കവാചകങ്ങൾ പ്രാർത്ഥിക്കുമോ? ആമേൻ. പ്രിയപ്പെട്ടവർക്ക് ദേവദാസൻ്റെ ശുശ്രൂഷയും അനുഗ്രഹവുമായി തീരേണ്ടതിന് നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവിൻ്റെ ദാസൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വി ശ്രോതാക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങളെ രക്ഷിക്കുവാനായി സ്വർഗം വെടിഞ്ഞ് ലോകത്തിലേക്ക് വന്ന് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് മൂന്നാമത് ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അത്ഭുത സാക്ഷ്യം കർത്താവെ അടിയന്റെ ജീവിതത്തിലൂടെ കേൾപ്പിക്കുവാൻ ഇന്ന് സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാപിയായ അടിയനെ വീണ്ടെടുത്ത അവിടുത്തെ മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. നിത്യജീവന്റെ പ്രത്യാശ നൽകിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ ഭാരം അടിയന്റെ ജീവിതത്തിൽ നൽകിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത അനേക സ്ഥലങ്ങളില്, അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കുവാൻ തന്ന ആത്മഭാരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക ഗ്രാമങ്ങളിൽ നിന്നും ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിൽ, പല സ്റ്റേറ്റിലായി 6 ലക്ഷം ഗ്രാമങ്ങളില് കർത്താവെയുള്ള അനേക ഗ്രാമങ്ങളിൽ ഇന്നും ഒരു വിശ്വാസപോലും ഇല്ലാത്ത ഗ്രാമങ്ങളുണ്ടല്ലോ കർത്താവെ. കർത്താവെ, കേട്ട ശ്രോതാക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ഭാഷയോ പ്രാർത്ഥിക്കാൻ പോലും അറിവില്ലായിരുന്ന അടിയനെ അവിടുന്ന് ഉപയോഗിച്ച അവിടുത്തെ മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആത്മഭാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഇറങ്ങിയപ്പോൾ കർത്താവ് കൂടെ നിന്ന് രോഗികളെ സൗഖ്യമാക്കുക, അത്ഭുതം പ്രവർത്തിക്കുകയും പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ശ്രോതാക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. അനേകരെ കർത്താവെ വേലയിലേക്ക് വിളിച്ച് വേർതിരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. തേജസ്സേറിയ ശുശ്രൂഷയില് കർത്താവെ, കേരളത്തിൽ നിന്ന് അനേക മക്കളെ വിളിച്ച് വേർതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുവാനും അനേകരെ കർത്താവിന് വേണ്ടി നേടുവാനും കർത്താവോടൊന്ന് സഹായിക്കണമേ. ഭാരതത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവിനോടൊന്ന് സഹായിക്കുന്നതിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അനേക ഗ്രാമങ്ങൾ ഇന്ന് വിശ്വാസികളുള്ളതിനായി, കൂട്ടായ്മയുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ അരോമ ടി വിക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവദാസന് കൊടുത്ത ദർശനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിലൂടെ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളുടെ അനേകർക്ക് ഒരു ചലഞ്ച് ഉണ്ടായി. അനേകർ ദൈവവേലയിൽ ഇറങ്ങിത്തിരിക്കുവാനും അനേകരെ തേജസ്സേറിയ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും കർത്താവെ, അനേകരെ കർത്താവ് അവിടുന്ന് സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും കർത്താവെ ധാരാളമായി അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ഒരു ആത്മഭാരം അവിടുന്ന് നൽകണമേ കർത്താവെ. അനേകരെ നേടി കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, ഭാരതത്തിന്റെ അനേക സ്ഥലങ്ങൾ എതിർപ്പുകളുള്ള കാലഘട്ടത്തിൽ, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെ എന്നെ ജയിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ അത്ഭുത വചനം പ്രവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച്, ശക്തി പ്രാപിച്ച്, അധികാരം പ്രാപിച്ച് അടിയങ്ങളെ ജീവിതത്തെ മാറ്റിയ സുവിശേഷമായിട്ട് പല സ്ഥലങ്ങളിൽ പോകുവാൻ, ആത്മാവ് വായിക്കുന്ന സ്ഥലങ്ങളിൽ കടന്നുപോയി വേല ചെയ്യുവാൻ ഓരോരുത്തരെ അവിടുന്ന് വിളിച്ച് വേർതിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കേൾക്കുന്ന ശ്രോതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ കർത്താവെ. സഭ വളരുവാൻ, കർത്താവിന്റെ 2ാം വരവ് ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുക്കപ്പെടുവാൻ പരിശുദ്ധനെ എല്ലാവരെയും സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ കൂടി അരോമ ടി വിയിലെ എല്ലാ ശുശ്രൂഷകളെയും ദേവദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം കർത്താവ് ഒരുക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയിടാനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ തോന്നി കേൾക്കണമേ പിതാവ്. ആമേൻ. ആമേൻ.
താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് വൈദ്യൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയതായ അനുഗ്രഹിക്കപ്പെട്ട വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം കൂടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനാ വിഷയം അറിയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലും അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.